Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. മ്യൂട്ട് ചെയ്തോളൂ, എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. എല്ലാവരും മ്യൂട്ട് ചെയ്തല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ആ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ആരും അൺമ്യൂട്ട് ചെയ്യണ്ട. ഓക്കെ, ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എൻ്റർ ചെയ്യേണ്ട ചില പോളിസികൾ ഉണ്ടല്ലോ. എൻ്റർ ചെയ്യുന്നതിന് മുൻപായിട്ട് ഹോസ്പിറ്റൽസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് കൊണ്ടുവന്നിരിക്കുന്ന ചില പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ പോളിസീസ് ഉണ്ട് അല്ലേ? ഏതൊക്കെയായിരുന്നു അത്? സ്റ്റെഫിക്ക് പറയാവോ ഏതൊക്കെയായിരുന്നു പോളിസീസ്? വേറെ ആരും അൺമ്യൂട്ട് ചെയ്യരുതട്ടോ. സ്റ്റെഫി. അതുല്യ എന്നാണോ? ഓക്കെ, ഏതൊക്കെയായിരുന്നു പോളിസികൾ? ഒരു ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് ചില പോളിസികൾ ഉണ്ടായിരുന്നു അല്ലെ? ഏതൊക്കെയായിരുന്നു സുറുമിയ പോളിസികൾ? ഓർക്കുന്നുണ്ടോ? സുറുമി. ഓക്കെ, ഏതൊക്കെയായിരുന്നു പോളിസീസ്? നമ്മളൊരു റൂമിലേക്ക്, ആ ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് എല്ലാവർക്കും എൻ്റർ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ? ആർക്കൊക്കെയാണ്? സർജൻസ്, നേഴ്സസ്, ഓപ്പറേഷൻ പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് മാത്രമാണ്, സ്റ്റാഫുകൾക്ക് മാത്രമാണ് ആ റൂമിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അതിനു മുമ്പായിട്ട്, അവർ എൻ്റർ ചെയ്യുന്നതിന് മുൻപായിട്ട് എന്താണ്? അവരുടെ എയിം പറഞ്ഞിരിക്കണം. പിന്നെ എന്താണ്? ID കാർഡ് ഷോ ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ ഇതിൽ പെടാത്ത ഈ സർജൻസ്, നേഴ്സിംഗ് സ്റ്റാഫ് ഇവരെ കൂടാതെ ആർക്കെങ്കിലും ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും മുൻകൂർ അനുമതി നേടിയിരിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു ആർട്ടിഫിഷ്യൽ നെയിൽസ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡേഴ്സ് ഒക്കെ ഫിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? നമ്മുടെ ഹാൻഡിലുള്ളതിനേക്കാൾ കൂടുതൽ ജെംസ് ഇത്തരം ചിപ്ഡ് ആയിട്ടുള്ള നെയിൽ പോളിഷിന്റെ താഴെ അല്ലെങ്കിൽ നെയിലിന്റെ താഴേക്ക് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഇതുമൂലം ഈ ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്? ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത് എങ്ങനെയുള്ള റൂമാണ്? ജെം ഫ്രീ എൻവയോൺമെന്റ് ആണ് അല്ലെ? സ്റ്റെർലി എൻവയോൺമെന്റ് ആണ്. അപ്പോ ഇതുമായിട്ടുള്ള ഇത്തരം ബാക്ടീരിയാസിലൂടെ ഈ ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് പ്രവേശിക്കുന്നതിലൂടെ ആ പേഷ്യൻസിന് എന്താണ്? അവരുടെ ഹെൽത്ത് കണ്ടീഷനെ ഇത് ബാധിക്കുന്നുണ്ട്. ഈ ബാക്ടീരിയാസ് അവരിലേക്കും ഈ വൂൺസ് പോലുള്ള മുറിവുകളിലൂടെ ആ പേഷ്യന്റിനെയും ഇത് ബാധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്തായിരുന്നു പറഞ്ഞത്? ഓൾ ജ്വല്ലറീസ് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് നമ്മളൊരു 3 കണ്ടീഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? 3 കാരണങ്ങൾ, റീസൺസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നേതാണ്? ഫസ്റ്റ് വൺ ഏതാണ്? നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ്? ഹാൻഡ് വാഷ് ചെയ്യുന്നുണ്ട് പ്രോപ്പർ ആയിട്ട്. പക്ഷെ നമ്മൾ ഈ വെയർ ചെയ്തിരിക്കുന്ന റിങ്സ് അല്ലെങ്കിൽ എന്താണ്, റിങ്സ് അല്ലെങ്കിൽ ബാംഗിൾസ് പോലുള്ള ഈ ഓർണമെന്റ്സിന്റെ ഉള്ളിലുള്ള ജെംസിനെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പോസിബിൾ അല്ല. ഓക്കെ, അപ്പൊ അത് നേരത്തെ പറഞ്ഞ പോലെ ഈ ജെം ഫ്രീ എൻവയോൺമെന്റ് ആയിട്ടുള്ള ഈ ഓപ്പറേറ്റിംഗ് റൂമിനെ അത് കണ്ടാമിനേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഓർണമെന്റ്സ് അല്ലെങ്കിൽ ജ്വല്ലറീസ് എല്ലാം റിമൂവ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മറ്റൊരു റീസൺ എന്തായിരുന്നു? ഇത് നമ്മൾ പറഞ്ഞു, ഗ്ലൗസ്, നമ്മൾ സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ വെയർ ചെയ്യുമ്പോൾ അത് ഈസിലി വെയർ ചെയ്യാനും അല്ലെങ്കിൽ ഇത് ഇത്തരം ഓർണമെന്റ്സിൽ കുടുങ്ങി കംപ്ലൈന്റ് ആകാതിരിക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഈ ജ്വല്ലറീസ് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞത്. പിന്നെ വേറൊരു റീസൺ എന്തായിരുന്നു? വേറൊരു റീസൺ കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ഓക്കെ, അപ്പൊ നമ്മൾ ഡിഫറെന്റ് പോളിസികൾ പഠിച്ചു അല്ലെ? റിമൂവ് ഓൾ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഓക്കെ,
അപ്പോ ഏതാണ് എന്റെ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ എയിം എന്താണെന്ന് പറയണം. അങ്ങനെ എല്ലാവർക്കും ആ ഓപ്പറേറ്റിംഗ് റൂമിൽ എൻ്റർ ചെയ്യാൻ കഴിയില്ല. പിന്നെന്താണ്, ആർട്ടിഫിഷ്യൽ നെയിൽസ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡേഴ്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത് ഡെയിലി മോണിറ്റർ ചെയ്യേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സൂപ്പർവൈസേഴ്സിന്റെയോ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ മാനേജേഴ്സിന്റെയോ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ പറഞ്ഞു റിമൂവ് ഓൾ ജ്വല്ലറീസ്. 3 കണ്ടീഷൻ പറഞ്ഞു. മൂന്നാമത്തെ എന്തായിരുന്നു? നമ്മൾ മെറ്റൽ ജ്വല്ലറീസ് ആണ് വെയർ ചെയ്യുന്നതെങ്കിൽ എന്താണ്, അത് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നത് മൂലം എന്താണ്, ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ഹെൽത്ത് കെയർ സ്റ്റാഫിന് മ്യൂട്ട് ചെയ്തോ. എന്തോ മേഡം, അതായത് നമ്മൾ ഈ ഓപ്പറേഷനിലേക്ക് കയറ്റുന്ന മുമ്പ് നമ്മളെ കഴുത്തിൽ ആഭരണങ്ങളും അതെല്ലാം അഴിച്ചു മാറ്റുക, പിന്നെ അവര് നിർദ്ദേശിക്കുന്ന ഡ്രസ്സ് മാത്രമേ ധരിക്കാവൂ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ? അതെ 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 പേഷ്യന്റും അതെ, നമ്മുടെ സ്റ്റാഫുകളുടെ കാര്യമാണ് പറയുന്നത്. സ്റ്റാഫുകൾ ഈ റൂമിൽ കയറുന്നതിന് മുൻപ് എന്താണ്, എല്ലാ ജ്വല്ലറീസും റിമൂവ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ എന്താണ്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന പറഞ്ഞു മെറ്റൽ ലോഹങ്ങൾ, മെറ്റൽ ജ്വല്ലറീസ് ആണെങ്കിൽ. അപ്പൊ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതിലൂടെ, പാസ് ചെയ്യുന്നതിലൂടെ ഇത് ഇലക്ട്രിക്കൽ ഡിവൈസസ് യൂസ് ചെയ്യുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫിന് ബേൺസ് അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഒക്കെ വരാനായിട്ട് കാരണമാകുന്നുണ്ട്. പിന്നെ സർജിക്കൽ ക്ലോത്ത്സിന്റെ ഡിഫറെന്റ് സർജിക്കൽ ക്ലോത്ത്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. മാസ്ക് പറഞ്ഞു, ഹെയർ ക്യാപ്പ് പറഞ്ഞു അല്ലെ, ഷൂസ് കവർ ചെയ്യണം എന്ന് പറഞ്ഞു. ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, അതുപോലെ ബ്രീത്തബിൾ മെറ്റീരിയൽ ആയിരിക്കണം. ഓക്കെ, ബ്രീത്തബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞു, ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ. പിന്നെ സർജിക്കൽ സ്യൂട്ട്സിനെ കുറിച്ച് പറഞ്ഞു, പാൻസ് ആൻഡ് ടോപ്പ് അത് ബ്രീത്തബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെന്താണ്, അതിന് മുകളിൽ വെയർ ചെയ്യുന്നതായിരുന്നു സർജിക്കൽ ഗൗൺസ് എന്ന് പറയുന്നത്. അതിന്റെ എന്തായിരുന്നു? എന്തോ സ്ക്രബ് സ്യൂട്ട്. ഓക്കെ, സോറി മാറിപ്പോയി. സ്ക്രബ് സ്യൂട്ട്. ഓക്കെ, അപ്പോ അതിന്റെ പ്രത്യേകത എന്തായിരുന്നു? സർജിക്കൽ സ്ക്രബ് സ്യൂട്ടിന് മുകളിലാണ് നമ്മൾ സർജിക്കൽ ഗൗൺസ് വെയർ ചെയ്യുന്നത്. എങ്ങനെയായിരിക്കണം? ഗൗൺസിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഫ്ലൂയിഡ് റെസിസ്റ്റന്റ് മെറ്റീരിയൽ ആയിരിക്കണം. ഫ്ലൂയിഡ് റെസിസ്റ്റന്റ് മെറ്റീരിയൽസ് ആയിരിക്കണം അല്ലേ. ഇപ്പൊ ബ്ലഡ് അല്ലെങ്കിൽ ഈ ബോഡി ഫ്ലൂയിഡ്സ് പോലുള്ള സ്പ്ലാഷ് ആയാല്, സ്പ്രെഡ് ആയാല് അത് ഈ ഹെൽത്ത് കെയർ സ്റ്റാഫ് ധരിച്ചിരിക്കുന്ന ഗൗൺസ് അബ്സോർബ് ചെയ്യരുത്, അതിനെ റെസിസ്റ്റ് ചെയ്യണം. അത്തരത്തിലുള്ള ഗൗൺസുകളായിരിക്കണം, മെറ്റീരിയൽസ് കൊണ്ടുള്ള ഗൗൺസുകളായിരിക്കണം വെയർ ചെയ്യേണ്ടത്. അപ്പൊ സർജിക്കൽ ക്ലോത്ത്സ് എല്ലാം പറഞ്ഞില്ലേ. പിന്നെ പിന്നെ നമ്മൾ പറഞ്ഞു ഫേസ് ഷീൽഡ് അല്ലെ, കണ്ണിലേക്ക്. ഓക്കെ മേഡം, നമ്മൾ ഈ നടുവയ്യ ആയുർവേദത്തിൽ പോണെന്ന് വെച്ചാൽ ഈ ആയുർവേദത്തില് ഇഞ്ചക്ഷനും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ മേഡം? ഇപ്പൊ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ചല്ലേ പഠിക്കുന്നത് വിനോയ്? അതെ, ജസ്റ്റ് ഒന്ന് ചോദിച്ചതേ ഉള്ളൂ മേഡം. ഇല്ലാന്നാ തോന്നുന്നല്ലോ. ആയുർവേദത്തിൽ എങ്ങനെയാ? ഞാൻ ചോദിച്ചതേ ഉള്ളൂ മേഡം. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ എന്താണ്, അപ്പൊ ഈ സർജിക്കൽ സ്യൂട്ട്സ് അല്ലെങ്കിൽ ക്ലോത്ത്സുകളെ കുറിച്ച് പറഞ്ഞു. പിന്നെ എന്തായിരുന്നു? ഹാൻഡ് സ്ക്രബ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആയിരുന്നു ഹാൻഡ് സ്ക്രബ്. എന്തായിരുന്നു, നമ്മള് ഈ സർജിക്കൽ സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യുന്നതിന് മുൻപ് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഓക്കെ, ഹാൻഡ് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യണം. അതിനു മുമ്പ് എന്താണ്, എല്ലാ ജ്വല്ലറീസും റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, എല്ലാ ജ്വല്ലറീസും റിമൂവ് ചെയ്യണം. നമ്മുടെ കൈ എന്താണ്, ഹാൻഡ് ചെക്ക് ചെയ്യണം. ഓക്കെ, ഏതെങ്കിലും വിസിബിൾ ആയിട്ടുള്ള ഡേർട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെന്താണ്, ഷോർട്ട് ആണോ, നെയിൽ ഷോർട്ട് ആണോ എന്ന് ചെക്ക് ചെയ്യണം. തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഒരു വാം വാട്ടറിൽ നമുക്ക് എന്താണ്, കൈ 1 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വാഷ് ചെയ്യണം. ഓക്കെ, അതിനുശേഷമാണ് ഈ സ്ക്രബിങ്. ഓരോ പർട്ടിക്കുലർ 2 ടൈപ്സ് ഓഫ് സ്ക്രബിങ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ടൈംഡ് മെത്തേഡ് ഉണ്ട്, ബ്രഷ് സ്ട്രോക്ക് മെത്തേഡ് ഉണ്ട്. ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കൈ വീണ്ടും വാഷ് ചെയ്തിട്ട് എന്താണ്, ഡ്രൈ ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇതിനെയാണ്, ഈ പ്രൊസീജിയേഴ്സിനെയാണ് നമ്മൾ ഹാൻഡ് സ്ക്രബിങ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്തായിരുന്നു? ഹാൻഡ് സ്ക്രബിന്റെ 2 മെത്തേഡ് ഒന്നുകൂടെ പറയോ? 2 മെത്തേഡ് ഏതൊക്കെയായിരുന്നു? ടൈംഡ് മെത്തേഡ് ആൻഡ് ബ്രഷ് സ്ട്രോക്ക് മെത്തേഡ്. ടൈംഡ് മെത്തേഡ് ആൻഡ് ബ്രഷ് സ്ട്രോക്ക് മെത്തേഡ്.
ഓക്കെ, പിന്നെന്തായിരുന്നു? അസെപ്റ്റീവ് ടെക്നിക്സ് പറഞ്ഞു അല്ലേ? ഈ പേഷ്യന്റിനെ ഓപ്പറേറ്റിംഗ് തിയേറ്റർ എന്ന് പറയുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത് ജെം ഫ്രീ എൻവയോൺമെന്റ് ആണ് അല്ലേ? പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടി പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ ജെം ഫ്രീ എൻവയോൺമെന്റ് കണ്ടാമിനേറ്റഡ് ആകാതിരിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ഈ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മെത്തേഡുകൾ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അത്തരം മെത്തേഡുകളെയാണ് നമ്മൾ അസെപ്റ്റിക് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഹാൻഡ് ഹൈജീൻ ആയിരിക്കാം, അല്ലെങ്കിൽ സ്ക്രബിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ PPE വെയർ ചെയ്യുന്നതായിരിക്കാം. ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ആ ഓപ്പറേറ്റിംഗ് റൂം എന്താണ്, കണ്ടാമിനേറ്റഡ് ആകാതിരിക്കാൻ വേണ്ടിയാണ് അല്ല, ജെം ഫ്രീ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ്. മോർ ഓവർ എന്താണ്, പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അപ്പൊ അവർ ഫോളോ ചെയ്യുന്ന എല്ലാ മെത്തേഡ്സുകളെയും നമ്മൾ അസെപ്റ്റീവ് ടെക്നിക്സ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്താണ്, ഓപ്പറേറ്റിംഗ് റൂമിലെ പ്രത്യേകതകൾ പഠിച്ചു അല്ലെ? എല്ലാ ഓപ്പറേറ്റിംഗ് റൂമും ഒരേപോലെ അല്ല എന്ന് പഠിച്ചു. എന്തൊക്കെയായിരുന്നു? ആ റൂമിലെ ടേബിൾ എന്താണ്, സെന്ററിലായിരിക്കണം. പിന്നെന്താണ്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അഡ്ജസ്റ്റബിൾ ടേബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞു അല്ലേ? പൊസിഷനിങ് വെരി ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. പേഷ്യന്റിന്റെ പൊസിഷനിങ്ങിന് വേണ്ടിയാണ് ഇങ്ങനെ അഡ്ജസ്റ്റബിൾ ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെന്തായിരുന്നു? ലാംപ്സിന്റെ പ്രത്യേകത പറഞ്ഞു. ഷാഡോ റെഡ്യൂസ് ചെയ്യുന്ന ഷാഡോ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ലാംപ്സുകളായിരിക്കണം ഹോസ്പിറ്റൽസിൽ. പിന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള ലാംപ്സുകളായിരിക്കണം ഓപ്പറേറ്റിംഗ് റൂമിൽ യൂസ് ചെയ്യേണ്ടത്. പിന്നെന്തായിരുന്നു? ലിങ്ക്ഡ് ടു ഡിഫറെന്റ് മോണിറ്റേഴ്സ് അല്ലെ? പേഷ്യന്റ് മോണിറ്റേഴ്സ് എന്തായിരുന്നു ഖദീജ? പേഷ്യന്റ് മോണിറ്റേഴ്സ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞല്ലേ? ഇതിനു മുമ്പിലെ ക്ലാസ് കണ്ടിട്ടില്ല മാം. ക്ലാസ് കണ്ട ലാസ്റ്റ്. ഓക്കെ. പേഷ്യന്റ് ഹാർട്ട് ബീറ്റ് മറ്റും നിരീക്ഷിക്കാൻ വേണ്ടി ഒരാൾ കാണാം, അതാണ് പേഷ്യന്റ് മോണിറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ മ്യൂട്ട് ചെയ്തോളൂ. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ അവരുടെ ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ BP ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസസുകളെയാണ് പേഷ്യന്റ് മോണിറ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞു ബ്രീത്തിങ് മെഷീൻ പറഞ്ഞു അല്ലേ? ചിലപ്പോൾ നമ്മൾ എന്താണ്, ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്ന ടൈമിൽ പേഷ്യന്റ് അൺകോൺഷ്യസ് ആയിരിക്കും അല്ലെ? അൺകോൺഷ്യസ് ആയിരിക്കും. ആ ടൈമിൽ അവർക്ക് സ്വയം ബ്രീത്ത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അത്തരം സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്നതാണ് ബ്രീത്തിങ് മെഷീൻസ് എന്ന് പറയുന്നത്. പിന്നെന്തായിരുന്നു? ജെം ഫ്രീ ഇൻസ്ട്രുമെന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. അവിടെ വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തോന്നുന്നു അല്ലേ? ഡയത്തമി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡയാത്തമി പറഞ്ഞോ? ഡയത്തമി പറഞ്ഞായിരുന്നു. എന്തായിരുന്നു ഡയാത്തമി? സൂര്യ എന്തായിരുന്നു ഡയാത്തമി? സർജിക്കൽ ടൈമില് ബ്ലീഡിംഗ് ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ മുറിവുണ്ടാക്കി അതിലൂടെ അധികം ബ്ലീഡിംഗ് ഉണ്ടാകാതിരിക്കാനായിട്ട് ഉള്ള മെഷീനാണ് ഡയത്തമി. ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് ഡയാത്തമി മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഹാർട്ട് ലങ് മെഷീൻസ് പറഞ്ഞു. എന്തിനാണ് ഹാർട്ട് ലങ് മെഷീൻസ്? എന്താ അതിന്റെ യൂസ് എന്താ സൂര്യ? ഹാർട്ടിനെയും ലങ്സിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷീൻ. ഓക്കെ, പിന്നെ നമ്മൾ വേറെ സ്പെഷ്യലൈസ്ഡ് ടൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതെങ്കിലും 1-2 പറയാമോ? മറ്റ് സ്പെഷ്യലൈസ്ഡ് ടൂൾസ് സർജിക്കൽ മൈക്രോസ്കോപ്പ്, സക്ഷൻ ഡിവൈസ്. സർജിക്കൽ മൈക്രോസ്കോപ്പും സക്ഷൻ ഡിവൈസ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാ? സക്ഷൻ ഡിവൈസ് നമ്മൾ ഈ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ അല്ലെങ്കിൽ ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ സ്പ്രെഡ് ആയാലും എന്താണ്, പ്രോപ്പർ ആയിട്ട് വിസിബിൾ ആവില്ല. ഓപ്പറേഷൻ ചെയ്യുന്ന ആ ഏരിയ, സർജറി ചെയ്യുന്ന ആ ഏരിയ പ്രോപ്പർ ആയിട്ട് വിസിബിൾ ആകില്ല. അപ്പൊ ഇത്തരം ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് സക്ഷൻ ഡിവൈസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഓപ്പറേറ്റിംഗ് റൂം എയർ കണ്ടീഷൻഡ് ആയിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ? എന്താണ് എയർ കണ്ടീഷൻഡ് റൂം ആയിരിക്കണം എന്ന് പറയാൻ കാരണം എന്താ? ബാക്ടീരിയൽ ഗ്രോത്ത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബാക്ടീരിയൽ എയർ കണ്ടീഷൻ റൂമിൽ ബാക്ടീരിയാസിന് എന്താണ്, മൂവ് ചെയ്യാനോ സ്പ്രെഡ് ചെയ്യാനോ ഗ്രോ ചെയ്യാനോ കഴിയില്ല. ഓക്കെ, അവർ ഇനാക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് ഓപ്പറേറ്റിംഗ് റൂംസ് എങ്ങനെ എയർ കണ്ടീഷൻഡ് റൂം ആയിരിക്കണം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? നമ്മൾ ഇന്ന് സോണിംഗ് ദ ഓപ്പറേഷൻ തിയേറ്ററിനെ ഡിഫറെന്റ് സോൺ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ദ ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് ഈസ് എ zoning the operation theater. Page number 3.
ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ എന്താണ് ദ ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട്? ഓക്കെ, ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് ഈസ് എ പൊട്ടൻഷ്യൽ സോഴ്സ് ഓഫ് hospital infection in general and wound infection in particular. The suit should be planned with the aim of reducing the risk of hospital infection being brought into the suit. എന്താ അതിൽ പറയുന്നത്? നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ്, പലതരത്തിലുള്ള മെയിൻലി വൂൺസ് ഇൻഫെക്ഷൻസ്, മുറിവുകളിലൂടെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലുള്ള ഏരിയാസ് ആണ് ഓപ്പറേഷൻ റൂം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത്. ആണോ? അതായത് ഓപ്പറേറ്റിംഗ് റൂമിൽ നമുക്ക് എന്താണ്, അതെ, ധാരാളം ഇൻഫെക്ഷൻസ് ഉണ്ട്. അത് നമുക്ക് പകർച്ചവ്യാധികളൊക്കെ വരാനായിട്ട് കാരണമാകുന്നുണ്ട്. വൂൺസിലൂടെ ഇൻഫെക്ഷൻ വരാം. അപ്പൊ പേഷ്യന്റിന്റെ സേഫ്റ്റിയെ അത് ബാധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ദ സ്യൂട്ട് ഷുഡ് ബി പ്ലാൻ വിത്ത് ദ എയിം ഓഫ് റെഡ്യൂസിങ് ദ റിസ്ക് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ബീങ് ബ്രോട്ട് ഇൻ ടു ദ സ്യൂട്ട്. അപ്പൊ ഈ ഓപ്പറേഷൻ റൂമിലേക്ക് അല്ലെങ്കിൽ ഓപ്പറേഷൻ, അതിനു മുമ്പ് ഓപ്പറേറ്റിംഗ് സ്യൂട്ട് എന്താണെന്ന് പറയണം അല്ലെ? ഓപ്പറേറ്റിംഗ് സ്യൂട്ട് കണ്ടോ? ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്നൊരു വേർഡ് കണ്ടോ അവിടെ? അതായത് നമ്മൾ ഈ ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സിന് പല സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു സ്റ്റേജസ്? ഓർക്കുന്നുണ്ടോ? നമ്മൾ ഈ ഓപ്പറേഷൻ നടക്കുന്ന ടൈമിൽ ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? പ്രീ ഓപ്പറേറ്റീവ് സ്റ്റേജ്, പ്രീ-ഓപ്പറേറ്റീവ് സ്റ്റേജ്, കണ്ടിന്യൂ, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്. ഏതൊക്കെയായിരുന്നു അത്? പ്രീ-ഓപ്പറേറ്റീവ് ഫേസ്, ഇൻട്രാ ഇൻട്രാ-ഓപ്പറേറ്റീവ് ഫേസ്, പോസ്റ്റ്-ഓപ്പറേറ്റീവ് ഫേസ്, പെരി-ഓപ്പറേറ്റീവ് ഫേസ്. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് എന്താണ് ഫേസസ് ഉണ്ട്. അത് ഡിഫറെന്റ് റൂംസ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. റിക്കവറി റൂം എന്ന് പറയുന്നത് ഓപ്പറേഷൻ റൂമിന് ശേഷം നമ്മൾ പേഷ്യന്റിനെ മാറ്റുന്ന റൂമാണ് റിക്കവറി റൂം എന്ന് പറയുന്നത്. പ്രീ ഓപ്പറേറ്റീവിൽ എന്താണ്? ഓപ്പറേഷന് മുൻപ് പേഷ്യന്റിനെ അസസ് ചെയ്യുക, അവരുടെ ഹെൽത്ത് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് മെഡിക്കൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുക, മെഡിക്കൽ റെക്കോർഡ് ചെക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കുന്നത് വേറൊരു റൂമിലാണ് അല്ലേ? അപ്പൊ ഈ ഡിഫറെന്റ് റൂമുകളെ തമ്മിൽ ഇന്റർ കണക്ട് ചെയ്തിരിക്കുന്ന ആ റൂമുകളെ അല്ലെങ്കിൽ ആ ഏരിയാസിനെയാണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്ന് പറയുന്നത്. അതായത് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ നമുക്ക് പറഞ്ഞു ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സിൽ വേരിയസ് സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ള റൂമുകളെയാണ് അല്ലെങ്കിൽ ഏരിയാസിനെയാണ് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ അതിൽ ഏതൊക്കെ റൂം ഇൻക്ലൂഡഡ് ആണ്? ഓപ്പറേറ്റിംഗ് റൂം വരുന്നുണ്ട്, പിന്നെ എന്താണ് പ്രീ ഓപ്പറേറ്റീവ് ഏരിയ വരുന്നുണ്ട്, പോസ്റ്റ് ഓപ്പറേറ്റീവ് ഏരിയ വരുന്നുണ്ട്, റിക്കവറി റൂം, സ്ക്രബ് ഏരിയ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്ക്രബ് എന്താണെന്ന് പറഞ്ഞില്ലേ? ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സും പ്രൊസീജിയർ നടക്കുന്ന അതിനു വേണ്ടി ഒരു പെർട്ടിക്കുലർ ഏരിയ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഈ എല്ലാ ഏരിയയും ഇന്റർ കണക്ട് ചെയ്തിട്ടുള്ള പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ഏരിയാസിനെയും അല്ലെങ്കിൽ എല്ലാ റൂമിനെയും കൂടി ഒരുമിച്ച് പറയുന്നതാണ് ഓപ്പറേറ്റിംഗ് റൂം. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം. ഓപ്പറേറ്റിംഗ് റൂം സ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഓപ്പറേറ്റിംഗ് റൂം സ്യൂട്ട്? അതായത് സർജിക്കൽ പ്രൊസീജിയേഴ്സിൽ എന്താണ് ജെം ഫ്രീ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും പേഷ്യന്റിന്റെ സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഡിസൈൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ സോൺ ആണ് ഓപ്പറേറ്റിംഗ് റൂം സ്യൂട്ട്. ഓക്കെ, എന്തിനു വേണ്ടിയാണ് ഓപ്പറേറ്റിംഗ് റൂം സ്യൂട്ട്? ജെം ഫ്രീ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും പിന്നെന്താണ് പേഷ്യന്റിന്റെ സേഫ്റ്റിക്കും വേണ്ടി സ്പെഷ്യലൈസ്ഡ് റൂംസ് ആണ് ഈ ഓപ്പറേറ്റിംഗ് റൂം സ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓപ്പറേറ്റിംഗ് റൂമിൽ എന്താണ് പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള നിരവധി റൂംസോ ഏരിയാസോ ഉണ്ട്. ഇതിന് എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് ഓവറോൾ നമ്മൾ പറയുന്നതാണ് ഓപ്പറേറ്റിംഗ് റൂം സ്യൂട്ട്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതായത് ഈ ഇൻട്രാ ഓപ്പറേറ്റീവ് സ്റ്റേജ് ഉണ്ട്, അതിനൊരു റൂം ഉണ്ട്. മീൻസ് പ്രീ ഓപ്പറേറ്റീവ് റൂം ഉണ്ട്. ഓപ്പറേഷന് മുൻപ് ആ പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സ് ചെക്ക് ചെയ്യുന്നതിന്, ഓക്കെ, ആ കണ്ടീഷൻ അസസ് ചെയ്യുന്നതിന്, ഇതിനൊക്കെ വേണ്ടി നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലാണോ ഇത്തരം പേഷ്യന്റിനെ ചെക്ക് ചെയ്യുന്നത്? ആണോ? അല്ല, അതിനുള്ളതാണ് പ്രീ ഓപ്പറേറ്റീവ് റൂംസ്. ഓക്കെ, ആ പ്രീ ഓപ്പറേറ്റീവ് റൂംസ് തുടങ്ങി ഈ റിക്കവറി റൂമിലോട്ട് മാറ്റുമല്ലോ. അതുവരെ ധാരാളം റൂംസുകൾ അല്ലെങ്കിൽ ഏരിയാസ് പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പൊ ഇത്തരം ഏരിയാസിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് റൂം സ്യൂട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ?
അപ്പൊ എല്ലാ റൂംസിലും അല്ലെങ്കിൽ എല്ലാ സോണിലും ഓക്കെ നമ്മൾ പറഞ്ഞു എല്ലാ ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞു, ഡിഫറെന്റ് റൂംസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാ റൂമുകളിലും നടക്കുന്നത് ഒരേ ഫംഗ്ഷൻ തന്നെയാണോ? അല്ലല്ലോ. പ്രീ ഓപ്പറേറ്റീവ് നടക്കുന്ന പ്രീ ഓപ്പറേറ്റീവിൽ എന്താ നടക്കുന്നത്? പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യുക, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് അല്ലെ. ഇൻട്രാ ഓപ്പറേറ്റീവിൽ എന്താ നടക്കുന്നത്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂമിൽ എന്താ നടക്കുന്നത്? അവിടെയാണ് സർജറി നടക്കുന്നത് അല്ലെ. റിക്കവറി റൂമിൽ എന്താ നടക്കുന്നത്? അവിടെയാണ് പേഷ്യന്റിന്റെ ആഫ്റ്റർ സർജറിക്ക് ശേഷമുള്ള ആഫ്റ്റർ കെയർ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ റിക്കവറി റൂമിലാണ്. പിന്നെ സ്ക്രബ് റൂം ഉണ്ടെന്ന് പറഞ്ഞു. സ്ക്രബ് റൂമിന്റെ പ്രത്യേകത എന്താ? അവിടെയാണ് ഈ ഹെൽത്ത് കെയർ സ്റ്റാഫ്സ് അവരുടെ സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യുന്നതിന് മുൻപുള്ള ചില പ്രൊസീജിയേഴ്സ് നടത്തുന്നത് എവിടെയാണ്? ഈ സ്ക്രബ് റൂമിലാണ്. ഓക്കെ, അപ്പൊ പലതരം റൂമുകൾ ഇന്റർ കണക്റ്റഡ് ആണെന്ന് മനസ്സിലായല്ലോ. ഈ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ റൂമുകളെയും അല്ലെങ്കിൽ ഏരിയാസിനെയും ഒരുമിച്ച് പറയുന്നതാണ് ഓപ്പറേറ്റിംഗ് റൂം ഓപ്പറേറ്റിംഗ് റൂം സ്യൂട്ട് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട്. ക്ലിയർ ആണോ? ക്ലിയർ മാം. ഓക്കെ. അപ്പോ ഈ ഓപ്പറേഷൻ സോണിലേക്ക് അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ സ്യൂട്ടിലേക്ക്, അപ്പൊ ഓപ്പറേഷൻ സ്യൂട്ട് എന്ന് പറയുമ്പോൾ ഇത്രയും പരസ്പരം റൂമുകൾ തമ്മിലുള്ള ഇന്റർ കണക്ഷനെയാണ് ഓർമ്മിപ്പിക്കുന്നത് അല്ലെ. ഇന്റർ കണക്റ്റഡ് റൂംസ് ആണ്. അപ്പൊ ഈ ഓപ്പറേറ്റിംഗ് സ്യൂട്ടിലേക്ക് വരുന്ന പേഷ്യന്റിന് ഒരു വിധത്തിലുള്ള ഇൻഫെക്ഷൻസും ഉണ്ടാകാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ ഈ ഹോസ്പിറ്റൽ ഇൻഫെക്ഷന്റെ റിസ്ക് റെഡ്യൂസ് ചെയ്യുക എന്ന എയിമോട് കൂടിയായിരിക്കണം ഈ ഓപ്പറേറ്റിംഗ് സ്യൂട്ടിന്റെ ഫങ്ഷൻസ് നടക്കേണ്ടത്. ക്ലിയർ ആണോ? ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂം സ്യൂട്ടിലേക്ക് എത്തുന്ന പേഷ്യന്റ് എങ്ങനെയായിരിക്കണം? സേഫ് ആയിരിക്കണം. ഒരു ഇൻഫെക്ഷൻസ് മൂലമുള്ള ഒരു അസുഖവും ഒരു ഹെൽത്ത് കണ്ടീഷനും ആ പേഷ്യന്റിന് വരാൻ പാടില്ല. ഓക്കെ, ആ ഒരു എയിം കണ്ടിട്ട് വേണം, ആ ഒരു എയിം വെച്ചിട്ട് വേണം അവരെന്ത് ചെയ്യാനായിട്ട്? ആ ഓപ്പറേറ്റിംഗ് സ്യൂട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ഓപ്പറേറ്റിംഗ് റൂം സ്യൂട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. വിച്ച് മീൻസ് എന്താണ്? പ്രോപ്പർ ആയിട്ട് ജെം ഫ്രീ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആയിരിക്കണം ഓപ്പറേറ്റിംഗ് റൂം സ്യൂട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മാം ഒന്നുകൂടി പറയാം മാം. പറയാം. അതിടക്കൊരു കോള് വന്നത്. ഓക്കെ, പറയാം. അപ്പോ ഓപ്പറേറ്റിംഗ് റൂം സ്യൂട്ട് ഓക്കെ, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സിൽ ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ധാരാളം റൂമുകൾ പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ് അല്ലെ. പ്രീ ഓപ്പറേറ്റീവ് റൂം ഉണ്ട്, ഓപ്പറേഷൻ റൂം ഉണ്ട് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂം ഉണ്ട്, അതിനുശേഷം മാറ്റുന്ന റിക്കവറി റൂം ഉണ്ട്. ഓക്കെ, ഹാൻഡ് വാഷ് പ്രോപ്പർ ആയിട്ട് ജെം ഫ്രീ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യുന്ന സ്ക്രബ് റൂം ഉണ്ട്. അങ്ങനെ പരസ്പരം ഏരിയാസ് അല്ലെങ്കിൽ റൂംസ് പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, ഇതിനെയെല്ലാം ഒരുമിച്ച് പറയുന്നതാണ് എന്ത്? ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഖദീജ? ഓരോ റൂമിലും നടക്കുന്ന പ്രൊസീജിയേഴ്സ് എന്നാണ് അല്ലെങ്കിൽ ഫങ്ഷൻസ്, അതിന്റെ ഓരോ റൂമിന്റെയും ഫങ്ഷൻസ് ഡിഫറെന്റ് ആണ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് റൂമിലാണ് ഓപ്പറേഷൻ നടക്കുന്നത്, റിക്കവറി റൂമിലാണ് ആഫ്റ്റർ സർജറിക്ക് ശേഷമുള്ള ആഫ്റ്റർ കെയർ കൊടുക്കുന്നത് എവിടെയാണ്? റിക്കവറി റൂമിലാണ്. സ്ക്രബ് റൂമിന്റെ പ്രത്യേകത എന്താ? അവിടെയാണ് നമ്മൾ സ്ക്രബ്സ് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെ. ജെം ഫ്രീ എൻവയോൺമെന്റിന് വേണ്ടി ഹാൻഡ്സ് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യേണ്ടത്, സ്റ്റെറൈൽ ഗ്ലൗസ് ഒക്കെ വെയർ ചെയ്യേണ്ടത് ആ ഏരിയയിലാണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോ ഈ ഓപ്പറേഷൻ പേഷ്യന്റിന് ഒരു കാരണവശാലും ഒരു രീതിയിലുള്ള ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ്, മെയിൻലി എങ്ങനെയാണ്? വൂൺസിലൂടെ, മുറിവുകളിലൂടെ ഇൻഫെക്ഷൻ വരാം, ആ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകാൻ പാടില്ല. ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ, പിന്നെ ജനറൽ പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്, കുറച്ച് പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ക്ലീൻ ഫ്രം ഡേർട്ടി ട്രാഫിക്. Flow within the operation theatre suite should be kept apart as best as possible. Spaces in the suite have to be arranged in such a way that while moving from one space to another, there should be a constant progression of cleanliness from entrance of operation theatre suite to the operating room. എന്താ അതിൽ പറയുന്നത്? എന്താ അതിന്റെ പ്രത്യേകത? എന്താ? ക്ലീൻ ഫ്രം ഡേർട്ടി ട്രാഫിക്സ്.
അതായത് ഈ ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഡിഫറെന്റ് റൂമുകൾ ഓർമ്മ വരണം കേട്ടോ. ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്ന് പറയുമ്പോൾ പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഡിഫറെന്റ് റൂമുകൾ ഉണ്ടല്ലോ. ആ റൂമുകളിലേക്ക് പേഷ്യൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സ്റ്റാഫ്സ്, ഓക്കെ, മെഡിക്കൽ സ്റ്റാഫ്, സർജൻസ്, നേഴ്സസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം സ്റ്റാഫുകൾ ഉണ്ടല്ലോ. അവരുടെ ആ ഒഴുക്ക് അല്ലെങ്കിൽ എൻട്രി എങ്ങനെയായിരിക്കണം? മികച്ച രീതിയിലായിരിക്കണം. വിച്ച് മീൻസ് എങ്ങനെയായിരിക്കണം? അവർ ജം ഫ്രീ ആയിരിക്കണം. ഓക്കെ. പിന്നെന്താണ്? ഈ ഓപ്പറേറ്റിംഗ് റൂം സ്യൂട്ടിലെ ഓരോ സ്പേസസും എങ്ങനെയാണ്? ഓരോ ഏരിയാസും ഓരോ സ്പേസും എങ്ങനെയായിരിക്കണം? ക്ലീൻ ആയിരിക്കണം. ഒരു സ്പേസിൽ നിന്ന് മറ്റൊന്നിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്താണ്? നമുക്കറിയാം ഡിഫറെന്റ് റൂംസ് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് റിക്കവറി റൂമിലേക്ക് മാറണം അല്ലെ? ഈ ഡിഫറെന്റ് സ്റ്റേജസിൽ ഏത് സ്റ്റേജിൽ വേണമെങ്കിലും ഇൻഫെക്ഷൻസ് വരാനായിട്ട് ചാൻസസ് ഉണ്ട് അല്ലെ? ഓപ്പറേഷന് മുൻപോ അല്ലെങ്കിൽ ഓപ്പറേഷന് ശേഷം റിക്കവറി റൂമിൽ വെച്ചിട്ടോ ഈ പേഷ്യന്റിന് ഇൻഫെക്ഷൻസ് വരാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോ ഏത് സ്റ്റേജിലാണെങ്കിലും ഒരു ഫേസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്പേസിൽ നിന്ന് മറ്റൊരു സ്പേസിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയായിരിക്കണം? കോൺസ്റ്റന്റ് ആയിട്ട് ക്ലീൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ആ എല്ലാ സ്പേസസും എന്താണ്? പ്രോപ്പർ ആയിട്ട് ക്ലീൻ ആയിരിക്കേണ്ടതാണ്. ഡിഫറെന്റ് സ്റ്റേജസ് അല്ലെങ്കിൽ ഡിഫറെന്റ് റൂംസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഡിഫറൻസ് റൂമുകൾ, എല്ലാ റൂമുകൾ എങ്ങനെയായിരിക്കണം? പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ജം ഫ്രീ എൻവയോൺമെന്റ് ആയിരിക്കണം. ക്ലിയർ ആണോ? ആ ഓപ്പറേഷൻ റൂമിലേക്ക് പ്രവേശിക്കുന്ന പേഷ്യന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സ്റ്റാഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സ്പേസിൽ നിന്ന് മറ്റൊരു സ്പേസിലേക്ക് മൂവ് ചെയ്യുന്ന ടൈമിലായിക്കോട്ടെ, ഇൻഫെക്ഷൻസ് പിടിപെടാനായിട്ട് കാരണമാകരുത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ആ ഏരിയാസ് എല്ലാം പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ജം ഫ്രീ ആയിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ? ഇതിലൊരു കാര്യം കൂടി പറയട്ടെ. അതായത് ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് എൻട്രൻസ് ചെയ്യുന്ന ആ ടൈം മുതൽ ഓപ്പറേറ്റിംഗ് റൂം വരെ എങ്ങനെയാണ്? അല്ലെങ്കിൽ റിക്കവറി റൂം വരെ പ്രോപ്പർ ആയിട്ട് എൻവയോൺമെന്റ് ആയിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് വൺ എന്താണ്? സ്റ്റാഫ് who are working in the operation theatre department should be able to move from one clean area to other without having to pass through unprotected areas. അപ്പോൾ ഈ ഡിഫറെന്റ് റൂംസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ സ്റ്റാഫിന് സഞ്ചരിക്കാനായിട്ട് ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് സഞ്ചരിക്കാനായിട്ട് ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ഉണ്ടായിരിക്കും. ഓക്കെ. ഈ പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ കൂടി മാത്രമേ ഈ സ്റ്റാഫുകൾ മൂവ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. ഈ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിലോട്ട് ഇവരെന്താണ്? പാസ് ചെയ്യാൻ പാടില്ല. ക്ലിയർ ആണോ? അതായത് ഓപ്പറേറ്റിംഗ് തിയേറ്റർ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്താണ്? അൺപ്രൊട്ടക്റ്റഡ് ഏരിയയിലൂടെ പാസ് ചെയ്യാതെ എപ്പോഴും ഈ ക്ലീൻ ആയിട്ടുള്ള ഏരിയയിലൂടെ ആയിരിക്കണം മൂവ് ചെയ്യാനായിട്ട്. അവർക്ക് അലൗഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട്. അവർക്ക് മറ്റു റൂമിലോട്ട് പോവാനായിട്ട് അലൗഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ചില സ്പേസുകൾ ഉണ്ട്. ആ സ്പേസുകളിലൂടെ മാത്രമേ അവർ മൂവ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. എന്തിനു വേണ്ടിയാണ്? പേഷ്യന്റിന്റെ സേഫ്റ്റിക്കും ആ ജം ഫ്രീ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും വേണ്ടിയാണ്. ഓക്കെ. എന്തിനു വേണ്ടിയൊക്കെയാണ്? ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനും, പിന്നെന്താണ്? ആ കണ്ടാമിനേഷൻ മിനിമൈസ് ചെയ്യാനും. ഓക്കെ. ആ ജം ഫ്രീ എൻവയോൺമെന്റ് കണ്ടാമിനേറ്റഡ് ആകാതിരിക്കാനും വേണ്ടിയാണ്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. എന്തിനു വേണ്ടിയാണ്? ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഹോസ്പിറ്റൽസിന്, അല്ലെങ്കിൽ ചില പോളിസീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. അതിൽ പെടുന്ന ഒരു പോളിസിയാണ് ഇത്. എന്തെന്ന്? അൺപ്രൊട്ടക്റ്റഡ് ഏരിയയിലൂടെ മാത്രമേ സ്റ്റാഫുകൾ മൂവ് ചെയ്യാൻ പാടുള്ളൂ. അത് അവർക്ക് പറയുന്ന ഒരു ഗൈഡ് ലൈൻ ആണ്. ഓക്കെ. അത് പാലിക്കേണ്ടതും ഈ സ്റ്റാഫുകളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ. അപ്പൊ മെയിൻലി ഇതിൽ എന്താ പറയുന്നത്? പ്രൊട്ടക്റ്റഡ് ഏരിയസിലൂടെ മാത്രമേ സ്റ്റാഫുകൾ ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക്, അല്ലെങ്കിൽ ഒരു റൂമിൽ നിന്നും മറ്റൊരു റൂമിലേക്ക് മൂവ് ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വൺ എന്താ? soiled materials and waste have to be eliminated from the operating rooms without passing through clean areas. ഇപ്പൊ നമ്മൾ സ്റ്റാഫുകളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ സോയിൽഡ് മെറ്റീരിയൽസ് എന്താണ്? വേസ്റ്റ് മെറ്റീരിയൽസ്. നമുക്കറിയാം ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്ന ബ്ലഡ്സോ ബോഡി ഫ്ലൂയിഡ്സോ, ഓക്കെ, പലതരം വേസ്റ്റുകൾ ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ കോട്ടൺ ആയിരിക്കാം, വാട്ടെവർ ഇറ്റ്സ്, അതെല്ലാം നമ്മൾ മൂവ് ചെയ്യേണ്ടത് എങ്ങോട്ടേക്കായിരിക്കണം? ഏത് വഴിയിലൂടെ ആയിരിക്കണം?
ക്ലീൻ ഏരിയ. Clean areas. ആ അതായത് നമ്മൾ പറഞ്ഞു സ്റ്റാഫുകൾക്ക് മൂവ് ചെയ്യാനായിട്ട് ഒരു ക്ലീൻ ഏരിയ ഉണ്ട്. ഓക്കെ, അതിലോട്ട് ഇവർ കടക്കാൻ പാടില്ല. ക്ലിയർ ആണോ? അതായത് ഈ സോയിൽഡ് മെറ്റീരിയൽസ് കൊണ്ടുപോകാനായിട്ട് അവർക്കൊരു പ്രോപ്പർ വേ ഉണ്ടായിരിക്കും. അതിലൂടെ മാത്രമേ ഇത്തരം സോയിൽഡ് മെറ്റീരിയൽസ് അവിടെ നിന്ന് മൂവ് ചെയ്യിക്കാനായിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യിക്കാനായിട്ട് പാടുള്ളൂ. ക്ലിയർ ആണോ? അപ്പോ ഇവിടെ ഇത് പറഞ്ഞപ്പോൾ നമ്മൾ മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. അതിൽ നമ്മൾ എന്താണ് സോഴ്സസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റൽസിലെ ഈ സ്പില്ലേജ് വേസ്റ്റിന്റെ സോഴ്സസ് അല്ലെങ്കിൽ ഈ ലീക്കേജ് ഉണ്ടാവാനുള്ള സോഴ്സസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ പ്രൊസീജിയർ, ലബോറട്ടറി ടെസ്റ്റിംഗ്. ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? അതിൽ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ പഠിച്ചത് എന്താ? സ്പിൽ ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ഓർക്കുന്നുണ്ടോ? സ്പിൽ ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. സ്പില്ല് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താണ് ലീക്കേജ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പൊ ക്ലിയർ ആണോ അത്? അതായത് ഈ ഓപ്പറേഷൻ റൂമിൽ നിന്നും ഈ സോയിൽഡ് മെറ്റീരിയൽസ് പുറത്തേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ, പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താണ് ഇത്തരം ബോഡി ഫ്ലൂയിഡ്സിനോ എന്താണ് ബ്ലഡിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഗൻസ് ആയിരിക്കാം, ഡേഞ്ചറസ് ഓർഗൻസ് ആയിരിക്കാം, എന്തെങ്കിലും മെറ്റീരിയൽസ് ആയിരിക്കാം. ഇത്തരം മെറ്റീരിയൽസിന് എന്താണ് ലീക്കേജ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ക്ലിയർ ആണോ? അതുകൊണ്ട് അതിന് നിർദ്ദേശിച്ചിരിക്കുന്ന, അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ വേയിലൂടെ മാത്രമേ ഇത്തരം മെറ്റീരിയൽസിനെ മൂവ് ചെയ്യിക്കാൻ പാടുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ? ഓപ്പറേഷൻ തിയേറ്റർ വെന്റിലേഷൻ ഷുഡ് ബി ഫ്രീ ഓഫ് ദ എയർ മൂവ്മെന്റ് ഓഫ് ദ റെസ്റ്റ് ഓഫ് ദി ഹോസ്പിറ്റൽ. ഹെൻസ് the direction of airflow within the operation theatre suite should be from cleaner to less clean areas. അതിലെന്താ പറയുന്നത്? ഈ ഓപ്പറേഷൻ തിയേറ്ററിലെ വെന്റിലേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹോസ്പിറ്റൽസിലെ മറ്റ് റൂമുകളിൽ നിന്നും അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലെ മറ്റ് ഏരിയാസിലുള്ള വെന്റിലേഷനിൽ നിന്നും വ്യത്യസ്തമായിരിക്കണം. എയർ മൂവ്മെന്റ് എങ്ങനെയായിരിക്കണം? വ്യത്യസ്തമായിരിക്കണം. അതായത് സെപ്പറേറ്റ്, ഓപ്പറേഷൻ തിയേറ്ററിൽ സെപ്പറേറ്റ് വെന്റിലേഷൻ ആണ് ഫിറ്റ് ചെയ്യേണ്ടത്. അത്തരം വെന്റിലേഷന്റെ പ്രത്യേകത എന്താണ്? എന്തിനു വേണ്ടിയാണ്? ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതിനും ആ ജെം ഫ്രീ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും വേണ്ടിയാണ് ഈ സ്പെഷ്യൽ വെന്റിലേഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ആ വെന്റിലേഷന്റെ പ്രത്യേകത എന്താണ്? അതിലെ എയർ ഫ്ലോ എന്ന് പറയുന്നത്, എയർ മൂവ്മെന്റ് എന്ന് പറയുന്നത് ക്ലീൻ ചെയ്ത ഏരിയയിൽ നിന്നും ക്ലീൻ ചെയ്യാത്ത ഏരിയയിലോട്ട് എന്ന രീതിയിലായിരിക്കും അവിടെ എയർ ഫ്ലോ ഉണ്ടാകേണ്ടത്. ഓക്കെ, ആ സ്പെഷ്യൽ വെന്റിലേഷന്റെ പ്രത്യേകത എന്താണ്? ക്ലീൻ ചെയ്ത ഏരിയയിൽ നിന്നുമുള്ള എയർ ക്ലീൻ ചെയ്യാത്ത ഏരിയയിലേക്ക് പാസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ വെന്റിലേഷൻ പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ എന്ത് പറ്റും? ഈ എയർബോൺ കണ്ടാമിനൻസ് ഉണ്ടല്ലോ, വായുവിലൂടെ പടരുന്ന മാലിന്യങ്ങൾ ഉണ്ടല്ലോ, അത് ഈ ഓപ്പറേഷൻ റൂമിലേക്ക് പ്രവേശിക്കാനായിട്ട് കാരണമാകുന്നുണ്ട്. ഇങ്ങനെ ഫിൽറ്റർ ചെയ്യാത്ത വായുവാണെങ്കിൽ അല്ലെങ്കിൽ വെന്റിലേഷൻ ആണെങ്കിൽ എന്താ പ്രത്യേകത? ഈ പുറത്തു നിന്നുള്ള എയർ കണ്ടാമിനൻസ്, അതായത് വായുവിലൂടെയുള്ള മാലിന്യങ്ങൾ ഓപ്പറേഷൻ റൂമിനകത്ത് പ്രവേശിക്കുകയും അത് പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷനെ ബാധിക്കുകയും ചെയ്തേക്കാം. ഓക്കെ, ക്ലിയർ ആണോ? Then, therefore, the whole operation theatre suite is designed on the concept of 4 zones. അപ്പൊ ഈ കാരണങ്ങളാലേക്ക് നമ്മൾ പറഞ്ഞു എങ്ങനെയായിരിക്കണം? ക്ലീൻ ഫ്രം ഡേർട്ടി ട്രാഫിക്. ഓക്കെ, പേഷ്യന്റ് അവിടെ ഓപ്പറേഷൻ റൂമിലേക്ക് എത്തുന്ന പേഷ്യന്റോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സ്റ്റാഫോ ജെം ഫ്രീ ആയിരിക്കണം. ഓക്കെ, അവരിലൂടെ ആ ഏരിയയിലേക്ക് എന്താണ് മാലിന്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഇൻഫെക്ഷൻസ് വരാനായിട്ട് കാരണമാകരുത്. പിന്നെ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് പാസ് ചെയ്യാനായിട്ട് ഒരു വേ ഉണ്ട്. ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പ്രവേശിക്കാനായിട്ട് ചില വഴികളുണ്ട്. അതിലൂടെ മാത്രമായിരിക്കണം അവർ മൂവ് ചെയ്യേണ്ടത്. പിന്നെ സോളിഡ് മെറ്റീരിയൽസ്, ഈ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടുപോകുന്നതിന് വേണ്ടിയും ഒരു പ്രത്യേക വഴിയുണ്ട്, പാതയുണ്ട്. അതിലൂടെ മാത്രമായിരിക്കണം ഇത്തരം വേസ്റ്റുകളെ മൂവ് ചെയ്യിക്കേണ്ടതും. പിന്നെന്താണ്? വെന്റിലേഷന്റെ കാര്യം പറഞ്ഞു അല്ലെ? എങ്ങനെയായിരിക്കണം? ക്ലീൻ ചെയ്ത ഏരിയയിൽ നിന്നുമുള്ള എയർ ക്ലീൻ ചെയ്യാത്ത ഏരിയയിലേക്ക് ആ രീതിയിലായിരിക്കണം എയർ ഫ്ലോ വേണ്ടത്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാരണങ്ങളാൽ തന്നെ ഈ ഓപ്പറേറ്റിംഗ് റൂം സ്യൂട്ടിനെ 4 സോണുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 4 സോണുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് പ്രൊട്ടക്റ്റീവ് സോൺ എന്ന് പറയും. ഓക്കെ, പ്രൊട്ടക്റ്റീവ് സോൺ അല്ലെങ്കിൽ ഔട്ടർ സോൺ.
ഓക്കെ, 4ആയിട്ട് ഈ ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടിനെ 4 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്, 4 സോണുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് പ്രൊട്ടക്റ്റീവ് സോൺ എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ക്ലീൻ സോൺ. ഓക്കെ, ആൻഡ് തേർഡ് വൺ സ്റ്റെറൈൽ സോൺ. ആൻഡ് ദ ഫൈനൽ ഫോർത്ത് വൺ ഏതാണ്? ഡിസ്പോസൽ സോൺ. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് റൂം സ്യൂട്ട്സിനെ മെയിൻലി 4 സോണുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് പ്രൊട്ടക്റ്റീവ് സോൺ, സോൺ അല്ലെങ്കിൽ ഔട്ടർ സോൺ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ക്ലീൻ സോൺ, പിന്നെ ഏതാണ്? സ്റ്റെറൈൽ സോൺ. ലാസ്റ്റ് വൺ ഡിസ്പോസൽ സോൺ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് പ്രൊട്ടക്റ്റീവ് സോൺ. ഓക്കെ, അല്ലെങ്കിൽ എന്ത് പറയും? ഔട്ടർ സോൺ എന്ന് പറയുന്നത്. പ്രൊട്ടക്റ്റീവ് സോൺ അല്ലെങ്കിൽ ഔട്ടർ സോൺ അതെങ്ങനെയാണ്? നോൺ സ്റ്റെറൈൽ ആണ്, അതായത് നോൺ സ്റ്റെറൈൽ റൂമുകളാണ് നോൺ സ്റ്റെറൈൽ സോണുകളാണ് പ്രൊട്ടക്റ്റീവ് സോണുകൾ എന്നറിയപ്പെടുന്നത്. അവിടെ എങ്ങനെയാണ്? അൺറിസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ഓക്കെ, റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. പിന്നെ എന്താണ്? നോൺ സ്റ്റെറൈൽ. സ്ക്രോൾ ചെയ്യോ മാം? ഓക്കെ ഓക്കെ. റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? എല്ലാവരുടെയും കയ്യിൽ ഇതില്ലേ? PDF ഇല്ലേ? ഉണ്ട് മാം. ഓക്കെ. അപ്പൊ 4 സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഓപ്പറേറ്റിംഗ് റൂം സ്യൂട്ട് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടിനെ മെയിൻലി 4 സോണുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഏതൊക്കെയാ ഫസീന 4 സോണുകള്? പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ ആൻഡ് ഡിസ്പോസൽ സോൺ. റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? നമുക്ക് നോക്കാം. അപ്പോ പ്രൊട്ടക്റ്റീവ് സോൺ അല്ലെങ്കിൽ ഔട്ടർ സോൺ എന്ന് പറയും. അതിന്റെ പ്രത്യേകത എന്താ? നോൺ സ്റ്റെറൈൽ ആണ്, പിന്നെ എന്താണ്? അൺറിസ്ട്രിക്റ്റഡ് ആണ്, ഒരു നിയന്ത്രണങ്ങളും ഇല്ല. ഓക്കെ, അതിലെന്താ പറയുന്നത്? ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കോ അല്ലെങ്കിൽ സർജിക്കൽ ടെക്നീഷ്യൻസിനോ അതുമല്ലെങ്കിൽ പേഷ്യന്റിനോ നേഴ്സസിനോ അവർക്ക് സ്വന്തം ഡ്രസ്സില്, ഓക്കെ, നമ്മൾ പറഞ്ഞു ഓപ്പറേറ്റിംഗ് റൂമിൽ എങ്ങനെയായിരിക്കണം? PPE വെയർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? അവരുടെ സ്വന്തം ഡ്രസ്സിൽ എൻ്റർ ചെയ്യാൻ കഴിയുന്ന സോൺ മേഖലയാണ് പ്രൊട്ടക്റ്റീവ് സോൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നോൺ സ്റ്റെറൈൽ ഏരിയയാണ്, പിന്നെന്താണ്? അൺറിസ്ട്രിക്റ്റഡ് ആണ്. അതായത് എല്ലാവർക്കും കയറാന്നല്ല കേട്ടോ, ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക്, ഓക്കെ, എല്ലാ മെഡിക്കൽ സ്റ്റാഫുകൾക്കും എൻ്റർ ചെയ്യാൻ കഴിയുന്ന ഒരു ഏരിയയാണ് പ്രൊട്ടക്റ്റീവ് സോൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അപ്പൊ പ്രൊട്ടക്റ്റീവ് സോണില് ഏതൊക്കെ ഏരിയാസ് ആണ് ഇൻക്ലൂഡഡ് എന്ന് നോക്കാം. ഏതൊക്കെയാണ്? റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ. ഓക്കെ, റിസപ്ഷൻ വരുന്നത് എവിടെയാണ്? ഈ പ്രൊട്ടക്റ്റീവ് സോണിലാണ്. അല്ലെങ്കിൽ ഏതാണ്? വെയിറ്റിംഗ് ഏരിയ. ഓക്കെ, വെയിറ്റ് ചെയ്യുന്ന ഏരിയ ഇല്ലേ? റിലേറ്റീവ്സ്, പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് വെയിറ്റ് ചെയ്യുന്ന, ഈ ഓപ്പറേഷൻ റൂമിലേക്ക് പോകുന്ന പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് വെയിറ്റ് ചെയ്യുന്ന ഏരിയയാണ് വെയിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്. ആ ഒരു ഏരിയ വരുന്നത് പ്രൊട്ടക്റ്റീവ് സോണിലാണ് അല്ലെങ്കിൽ ഔട്ടർ സോണിലാണ്. ഓക്കെ, അപ്പൊ ഈ പ്രൊട്ടക്റ്റീവ് സോൺ എന്ന് പറയുന്നത് തിയേറ്റർ കോംപ്ലക്സിന് പുറത്താണ്. ഓക്കെ, തിയേറ്റർ കോംപ്ലക്സ് ഉണ്ടല്ലോ, അതിന് ഔട്ട്സൈഡ് ഉള്ളതാണ് ഈ പ്രൊട്ടക്റ്റീവ് സോൺ എന്ന് പറയുന്ന ഏരിയ. ക്ലിയർ ആണോ? അപ്പൊ ആ മേഖലയിൽ പെടുന്ന ഏരിയാസ് ഏതൊക്കെയാണ്? റിസപ്ഷൻ വരുന്നുണ്ട്, വെയിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്, പിന്നെ ചേഞ്ചിങ് റൂം. എന്താ ചേഞ്ചിങ് റൂം? ഈ ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഡ്രസ്സസ് അവർ മാറ്റേണ്ടതുണ്ട് അല്ലെ? എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫും മെഡിക്കൽ സ്റ്റാഫും എന്താണ്? ഡ്രസ്സസ് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്, ചേഞ്ച് ചെയ്ത് PPE വെയർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന റൂമാണ് ചേഞ്ചിങ് റൂം എന്ന് പറയുന്നത്. ഓക്കെ, ഡോക്ടേഴ്സിനോ ഹെൽത്ത് കെയർ നേഴ്സസിനോ ഓക്കെ സ്റ്റാഫുകള് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന റൂമാണ് ചേഞ്ചിങ് റൂം. ഓക്കെ, പ്രീ അനസ്തേഷ്യ. എന്താ പ്രീ അനസ്തേഷ്യ? പ്രീ അനസ്തേഷ്യ മീൻസ് നമ്മൾ പറഞ്ഞു പ്രീ ഓപ്പറേറ്റീവ് സ്റ്റേജ്, പ്രീ ഓപ്പറേറ്റീവ് റൂം.
എന്താണ് പ്രീ ഓപ്പറേറ്റീവ് റൂമിന്റെ പ്രത്യേകത എന്താണ്? ഓപ്പറേഷന് മുൻപ് ആ പേഷ്യന്റിന്റെ മെഡിക്കൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ അനസ്തേഷ്യക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പേഷ്യന്റിന്റെ പേരുൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടായിരിക്കും, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി, ഓക്കെ, അവരുടെ ഡയഗ്നോസിസ് എല്ലാം പ്രോപ്പർ ആയിട്ടും റെക്കോർഡ് ചെയ്തിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു ഫയലാണ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. അത് അസസ് ചെയ്യുക, പേഷ്യന്റിന്റെ മെഡിക്കൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ നടത്തുന്ന സ്റ്റേജ് ആണ് പ്രീ ഓപ്പറേറ്റീവ് സ്റ്റേജ്. ഓക്കെ, അതിനുള്ള റൂമാണ് പ്രീ ഓപ്പറേറ്റീവ് റൂം. ഓക്കെ, അപ്പൊ പ്രീ ഓപ്പറേറ്റീവ് റൂം ഏതിൽ ഇൻക്ലൂഡഡ് ആണ്? പ്രൊട്ടക്റ്റീവ് സോണിലാണ് ഇൻക്ലൂഡഡ്. ക്ലിയർ ആണോ? ദെൻ സ്റ്റോഴ്സ് റെക്കോർഡ്സുകൾ, പേഷ്യന്റിന്റെ പ്രൊഫൈൽസ്, അല്ലെങ്കിൽ സർജറിക്ക് പോകുന്ന പേഷ്യന്റിന്റെ എന്താണ് മെഡിക്കൽ റെക്കോർഡ്സ്, ഫയലുകള്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടായിരിക്കുമല്ലോ, അതും ഈ പ്രൊട്ടക്റ്റീവ് സോണിലാണ് ഇൻക്ലൂഡഡ് ആയിട്ടിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ പ്രൊട്ടക്റ്റീവ് സോണിൽ ഏതൊക്കെയാണ് വരുന്നത്? ഏതൊക്കെ ഏരിയാസ് വരുന്നുണ്ട്? റിസപ്ഷൻ വരുന്നുണ്ട്, വെയിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്, ചേഞ്ചിങ് റൂം, ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് PPE വെയർ ചെയ്യാനുള്ള റൂം, പിന്നെന്താണ് പ്രീ അനസ്തേഷ്യ, അതായത് പ്രീ ഓപ്പറേറ്റീവ് റൂം, അനസ്തേഷ്യക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുക, മെഡിക്കൽ അസസ്മെന്റ് നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രീ ഓപ്പറേറ്റീവ് റൂമിലാണ്. അത് ഈ പ്രൊട്ടക്റ്റീവ് സോണിലാണ് വരുന്നത്. പിന്നെന്താണ് സ്റ്റോർ റെക്കോർഡ്സ്, പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സുകളും, എല്ലാ ഡാറ്റാസും, എല്ലാ ഫയലുകളും സ്റ്റോർ ചെയ്തിരിക്കുന്ന റൂമും ഏതാണ്? പ്രൊട്ടക്റ്റീവ് സോണിലാണ് വരുന്നത്. Then autoclave, TSSU means theater sterile supply unit. Okay, theater sterile supply unit. എഴുതിയോ? TSSU കണ്ടോ അവിടെ? തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. ഓക്കെ, അതിലെന്താ അതിന്റെ പ്രത്യേകത എന്താ? ഓട്ടോക്ലേവ്. ഓക്കെ, എന്താ ഓട്ടോക്ലേവ്? ഈ തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റുകളിലാണ് എന്താണ് എല്ലാ ഡിവൈസുകളെയും ജെം ഫ്രീ ആക്കുന്നത്. നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂമിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഇൻസ്ട്രുമെന്റ്സും അല്ലെങ്കിൽ എല്ലാ എക്യുപ്മെന്റ്സും ഡിവൈസുകളും എന്ത് ചെയ്യുന്നത്? സ്റ്റെറൈൽ ചെയ്യുന്നത്, അണുവിമുക്തമാക്കുന്നത്, ജെം ഫ്രീ ആക്കുന്നത് എവിടെയാണ്? തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റിലാണ്. ഓക്കെ, അതിനുവേണ്ടി ഈ എക്യുപ്മെന്റ്സുകളെല്ലാം ജെം ഫ്രീ ആക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഓട്ടോക്ലേവ്. ക്ലിയർ ആണോ? അപ്പോൾ TSSU എന്താണ്? തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. ഓക്കെ, ഇവിടെയാണ് ഈ സപ്ലൈ യൂണിറ്റിലാണ് എല്ലാ ഡിവൈസുകളെയും എല്ലാ എക്യുപ്മെന്റ്സുകളെയും എന്ത് ചെയ്യുന്നത്? ജെം ഫ്രീ ആക്കുന്നത്. അപ്പൊ ഇത്തരം എക്യുപ്മെന്റ്സിനെ ജെം ഫ്രീ ആക്കുന്നതിന് വേണ്ടി ഈ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റിൽ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഓട്ടോക്ലേവ്. അപ്പൊ ഈ ഓട്ടോക്ലേവ് അല്ലെങ്കിൽ ഈ തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് വരുന്നത് എവിടെയാണ്? പ്രൊട്ടക്റ്റീവ് സോണിലാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ട്രോളി ബേ. എന്താ ട്രോളി ബേ? ഈ പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്ന മറ്റൊരു ഏരിയയാണ് ട്രോളി ബേ എന്ന് പറയുന്നത്. ഓക്കെ, എന്താ ട്രോളി ബേ? ഒരു ഹോസ്പിറ്റൽസിലെ ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയയാണ് ഈ ട്രോളി ബേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണിത്? നമുക്കറിയാം മെഡിക്കൽ ട്രോളികൾ, അതായത് സ്റ്റോർ ചെയ്യുകയും പിന്നെ എന്താണ് മെഡിക്കൽ ട്രോളീസ് കണ്ടിട്ടില്ലേ? ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ തിയേറ്ററിലായിക്കോട്ടെ അല്ലെങ്കിൽ നേഴ്സസ് കൊണ്ടുവരുന്ന ട്രോളീസ് കണ്ടിട്ടില്ലേ? അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് സ്റ്റോർ ചെയ്യുന്ന റൂമാണ്. ഓക്കെ, അപ്പൊ ഈ മെഡിക്കൽ ട്രോളികൾ സ്റ്റോർ ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും അപ്പോ ഏത് സമയത്താണ് അത് ഉപയോഗിക്കേണ്ടത് ആ സമയത്തേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെക്കുകയും ചെയ്യുന്ന ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയാസ് ആണ് ഈ ട്രോളി ബേ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഈ മെഡിക്കൽ ട്രോളീസിനെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ഓർഗനൈസ് ചെയ്ത് വെക്കുകയും ചിലപ്പോൾ ഓപ്പറേഷൻ നടക്കുന്ന ആ തിയേറ്ററിലേക്ക് നമുക്ക് ഈ മെഡിക്കൽ എക്യുപ്മെന്റ്സ് കൊണ്ടുപോകണം. ആ ടൈമിൽ എന്താണ് ഈ ട്രോളീസിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്ത് വെക്കണം. ആ റൂമിലേക്ക് ആവശ്യമായ എല്ലാ എക്യുപ്മെന്റ്സും പ്രോപ്പർ ആയിട്ട് ഇതിൽ എടുത്തു വെക്കണം. ഓക്കെ, അത്തരം സിറ്റുവേഷൻസിലും എന്താണ്
ഈ പ്രിപ്പയർ ചെയ്ത് വെക്കാനുള്ള ഈ ഏരിയാസിനെയാണ് നമ്മൾ ട്രോളി ബേ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ എന്താ ട്രോളി ബേ? എന്താ ട്രോളി ബേ? എന്താ ഖദീജ? എന്താ ട്രോളി ബേ? Designated areas of trolling. അതായത് ഈ ട്രോളീസിന് നമുക്ക് എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം, ഓർഗനൈസ് ചെയ്ത് വെക്കണം. എപ്പോഴാണ് ആവശ്യം വരുന്നത് അപ്പോഴത്തേക്ക് നമ്മൾ പ്രിപ്പയർഡ് ചെയ്ത് വെക്കണം, വേണ്ടേ? അത്തരം ട്രോളീസുകളെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഏരിയനാണ്, ആ സ്പെഷ്യലൈസ്ഡ് അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് ഏരിയാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രോളി ബേ എന്ന് പറയുന്നത്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രോളീസ് ഉണ്ട് അല്ലെ? ഒരു ഹോസ്പിറ്റൽസിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രോളീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയായിരിക്കാം? മെഡിക്കേഷൻ ട്രോളി ഉണ്ട്. മെഡിക്കേഷൻ ട്രോളി അത് എന്തിനു വേണ്ടിയായിരിക്കാം? മെഡിക്കേഷൻ ട്രോളി പേഷ്യൻസിന് മരുന്നുകൾ നൽകുന്നതിന് വേണ്ടി നേഴ്സസ് കൊണ്ടുവരുന്ന ട്രോളി കണ്ടിട്ടില്ലേ? നമ്മളിപ്പോ റൂമിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആ റൂമിലേക്ക് നേഴ്സസ് എന്താണ് ഒരു ട്രോളി ആയിട്ടാണ് വരുന്നത്, കണ്ടിട്ടില്ലേ? ഡിഫറെന്റ് കമ്പാർട്ട്മെന്റ് ഉള്ള ഒരു ട്രോളി. ഓക്കെ, അതിനെയാണ് നമ്മൾ മെഡിക്കേഷൻ ട്രോളി. നേഴ്സസ് പേഷ്യന്റിന് വേണ്ടി മരുന്നുകൾ കൊണ്ടുവരുന്ന ആ ട്രോളിയാണ് മെഡിക്കേഷൻ ട്രോളി എന്ന് പറയുന്നത്. പിന്നെ പ്രൊസീജിയേഴ്സ് ട്രോളി ഉണ്ട്. ഓക്കെ, പ്രൊസീജിയേഴ്സ് ട്രോളി എന്തിനാണ്? സർജറിക്ക് വേണ്ടി, സർജറി ടൈമിൽ, അതായത് ഓപ്പറേഷൻ തിയേറ്ററിലെ എക്യുപ്മെന്റ്സിന് വേണ്ടി അല്ലെങ്കിൽ ഡിവൈസുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ട്രോളി ഉണ്ട്. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അവിടെ എന്തൊക്കെയാണോ വേണ്ടത്, ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണോ വേണ്ടത്, ഏതൊക്കെ ഡിവൈസ് ആണോ വേണ്ടത്, അതൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ട്രോളി ഉണ്ട്. അതിനെയാണ് പ്രൊസീജിയർ ട്രോളീസ് എന്ന് പറയുന്നത്. അതിനെയാണ് പ്രൊസീജിയേഴ്സ് ട്രോളി. പിന്നെ ഏതായിരുന്നു? മെഡിക്കേഷൻ ട്രോളി. പിന്നെ ജനറൽ ട്രാൻസ്പോർട്ട് ട്രോളീസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ സാധാരണ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി, എസ്പെഷ്യലി പേഷ്യന്റിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യില്ലേ? നമ്മൾ പറഞ്ഞു ഓപ്പറേഷൻ റൂമിൽ നിന്നും, ഓപ്പറേറ്റിംഗ് റൂമിൽ നിന്നും റിക്കവറി റൂമിലേക്ക് മാറ്റും. റിക്കവറി റൂമിൽ നിന്നും വാർഡുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ആ സമയത്ത് എന്താണ്? നമ്മൾ ഈ ട്രോളീസ് അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ആ സമയത്ത് യൂസ് ചെയ്യുന്ന ട്രോളിയാണ് ജനറൽ ട്രാൻസ്പോർട്ട് ട്രോളി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ട്രോളി ബേ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രോളി ബേ എന്താ? ട്രോളി ബേ ട്രോളീസ് സ്റ്റോർ ചെയ്യാന്, ഓർഗനൈസ് ചെയ്യാന്, പ്രിപ്പയർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഏരിയ. ആ ഏരിയയാണ് ട്രോളി ബേ എന്ന് പറയുന്നത്. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രോളീസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഏതൊക്കെയായിരുന്നു? പ്രൊസീജിയേഴ്സ് ട്രോളീസ് ഉണ്ട്, അതായത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ട്രോളീസ് ഉണ്ട്. അതിലേക്ക് വേണ്ട എക്യുപ്മെന്റ്സ്, ഡിവൈസുകൾക്ക് വേണ്ടി മാത്രം കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്ന ട്രോളീസ് ആണ് പ്രൊസീജിയേഴ്സ് ട്രോളീസ്. പിന്നെ മെഡിക്കേഷൻ ട്രോളി എന്താണ്? നേഴ്സസ് പേഷ്യന്റിന് വേണ്ടി മെഡിക്കേഷൻ മരുന്നുകൾ കൊണ്ടുവരുന്ന ട്രോളിയാണ്. പിന്നെ ജനറൽ ട്രാൻസ്പോർട്ട് ട്രോളീസ് ഉണ്ട്, പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ട്രോളീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ദെൻ കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി കൺട്രോൾ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട് അല്ലെ? അതെവിടെയാ വരുന്നത്? അതും ഈ പ്രൊട്ടക്റ്റീവ് സോണിലാണ് വരുന്നത്. അപ്പൊ ക്ലിയർ ആണോ? പ്രൊട്ടക്റ്റീവ് സോൺ ഏതൊക്കെ കാര്യങ്ങളാണ് പ്രൊട്ടക്റ്റീവ് സോണിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്? റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ. ഓക്കെ, പിന്നെ ഏതാണ്? ചേഞ്ചിങ് റൂം. ചേഞ്ചിങ് റൂം വരുന്നുണ്ട്. ചേഞ്ചിങ് റൂം. ഓക്കെ, പിന്നെ ഏതായിരുന്നു? പ്രീ ഓപ്പറേറ്റീവ് റൂം. പ്രീ ഓപ്പറേറ്റീവ് റൂം എന്ന് പറയാം. ഓക്കെ, അനസ്തേഷ്യക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആ റൂം പ്രീ ഓപ്പറേറ്റീവ് റൂം. ഓക്കെ, പിന്നെ ഏതായിരുന്നു? സ്റ്റോർസ്, റെക്കോർഡ്സ്. റെക്കോർഡ്സുകൾ സ്റ്റോർ ചെയ്യുന്ന റൂം ഉണ്ട്, അതുണ്ട്. ഓക്കെ, പിന്നെ എന്തായിരുന്നു? ഓട്ടോക്ലേവ്. എന്തായിരുന്നു ഓട്ടോക്ലേവ്? TSSU. എന്താണ്? തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. എന്താ അത്? TSSU എന്ന് പറഞ്ഞ എന്താ? തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റിൽ എന്താ പ്രത്യേകത? അതായത് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന ഓക്കെ, മ്യൂട്ട് ചെയ്യൂ പ്ലീസ്, ക്ലിയർ ആകുന്നില്ല, അതുകൊണ്ട് മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളെയും എക്യുപ്മെന്റ്സുകളെയും എന്താണ്? സ്റ്റെറൈൽ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ജെം ഫ്രീ ആക്കുന്നതിന് വേണ്ടി, അണുവിമുക്തമാക്കുന്നതിന് വേണ്ടി അങ്ങനെ ആക്കുന്ന ആ റൂമുകളെയാണ് നമ്മൾ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് എന്ന് പറയുന്നത്. അത്തരം യൂണിറ്റുകളിൽ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ്, ഈ എക്യുപ്മെന്റ്സുകളെ സ്റ്റെറൈൽ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിനെയാണ് നമ്മൾ ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്.
ഓക്കെ, പിന്നെ ട്രോളി ബേ ഡിസ്കസ് ചെയ്തു, കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി. ഇതെല്ലാം വരുന്നത് പ്രൊട്ടക്റ്റീവ് സോണിലാണ്. അപ്പൊ എന്താ പ്രൊട്ടക്റ്റീവ് സോണിന്റെ പ്രത്യേകത എന്താണ്? പ്രൊട്ടക്റ്റീവ് സോണിന്റെ പ്രത്യേകത എന്താ? നോൺ സ്റ്റെറൈൽ ആണ്, നോൺ അൺസ്ട്രൈക്റ്റഡ് ആണ്. അൺറെസ്ട്രിക്റ്റഡ് ആണ്. ഓക്കെ, എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കും ആ റൂമിലേക്ക് പ്രവേശിക്കാം. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക്, സർജൻസ്, നേഴ്സസ് തുടങ്ങിയവർക്ക് എന്താണ്, അവരുടെ സ്വന്തം ഡ്രസ്സിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സോൺ ആണ് പ്രൊട്ടക്റ്റീവ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, PPE വെയർ ചെയ്യുന്നതിന് മുൻപുള്ള ആ ഒരു സോൺ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് സോണിലാണ്. അവരുടെ സ്വന്തം ഡ്രസ്സിൽ എൻ്റർ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു സോൺ ആണ് ഈ പ്രൊട്ടക്റ്റീവ് സോൺ. ബാക്കി എല്ലാ സോണുകളിലും അവരെന്താണ്, PPE മസ്റ്റ് ആയിട്ടും വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആണോ? പ്രൊട്ടക്റ്റീവ് സോണിന്റെ മറ്റൊരു പേരാണ് ഔട്ടർ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊട്ടക്റ്റീവ് സോണിന്റെ മറ്റൊരു പേരാണ് ഔട്ടർ സോൺ. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്? ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. എൽമ. എൽമ അല്ലെങ്കിൽ സൂര്യ. സൂര്യ പറയൂ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്? സോണിംഗ് ദ ഓപ്പറേഷൻ തിയേറ്റർ. എന്തായിരുന്നു സോണിംഗ് ഓപ്പറേഷൻ തിയേറ്റർ, അല്ലെങ്കിൽ സോൺസ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയാം. എന്തായിരുന്നു? അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ ഡിഫറെന്റ് പ്രൊസീജിയേഴ്സ് നടക്കുന്നത് ഡിഫറെന്റ് സ്റ്റേജസിലൂടെയാണ്. നമ്മളെ ഫസ്റ്റ് പ്രീ മുതല് റിക്കവറി റൂം വരെ ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്. ആ ഡിഫറെന്റ് സ്റ്റേജസിനെ ഇന്റർ കണക്ട് ചെയ്യുന്ന ഏരിയനെ പറയുന്നതാണ് ഓപ്പറേറ്റിംഗ് റൂം സ്യൂട്ട് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് തിയേറ്റർ സ്യൂട്ട് എന്ന്. ഇത് ഒരു പേഷ്യന്റിന്റെ സേഫ്റ്റിക്കും അതുപോലെ തന്നെ ഒരു ജെം ഫ്രീ എൻവയോൺമെന്റും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. സൂര്യ, ഓപ്പറേറ്റിംഗ് റൂം സ്യൂട്ട് എന്താണെന്ന് നോട്ട് ചെയ്തോളൂ, എഴുതിക്കോളൂ. ആൻഡ് ഓപ്പറേറ്റിംഗ് റൂം സ്യൂട്ട് നോട്ട് ചെയ്തോളൂ. അത് എന്താണ് ഓപ്പറേറ്റിംഗ് റൂം സ്യൂട്ട് എന്ന് ചോദിച്ചാൽ എന്താണ്? ആൻഡ് ഓപ്പറേറ്റിംഗ് റൂം സ്യൂട്ട് ഇൻ എ ഹോസ്പിറ്റൽ, ആൻഡ് ഓപ്പറേറ്റിംഗ് റൂം സ്യൂട്ട് in a hospital is a highly specialized zone. Is a highly specialized zone designed to provide a sterile and controlled environment for surgical procedures. Environment for surgical procedures. Okay, and the operating room, an operating room suite in a hospital is a highly specialized zone designed to provide a sterile and a controlled environment for surgical procedures. Surgical procedures ന് വേണ്ടി ആ ഓപ്പറേറ്റിംഗ് റൂം എന്താണ്, എല്ലാ റൂമുകളും എങ്ങനെയായിരിക്കണം? ജെം ഫ്രീ എൻവയോൺമെന്റ് ആയിരിക്കണം. ഓക്കെ, അതിന് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഹോസ്പിറ്റൽസിലെ ആ സ്പെഷ്യലൈസ്ഡ് സോണിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് റൂം സ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പരസ്പരം ഇന്റർ കണക്ട് ചെയ്തിരിക്കുന്ന റൂംസുകളാണ് ഈ ഓപ്പറേറ്റിംഗ് റൂം സ്യൂട്ടിൽ വരുന്നത്. ഓക്കെ, അപ്പോ സൂര്യ കണ്ടിന്യൂ ചെയ്തോളൂ. നെക്സ്റ്റ് ജനറൽ പ്രിൻസിപ്പൾസ്. ഫസ്റ്റ് പോയിന്റ്, ക്ലീൻ ഫ്രം ഡേർട്ടി ട്രാഫിക്. അതായത് ഒരു ഹെൽത്ത് കെയർ പേഷ്യന്റോ ഹെൽത്ത് കെയർ സ്റ്റാഫോ പേഷ്യന്റോ സ്റ്റാഫൊക്കെ എൻട്രൻസ് ജെം ഫ്രീ ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു സ്പേസിൽ നിന്നും മറ്റൊരു സ്പേസിലേക്ക് മാറ്റുമ്പോൾ ആ സ്പേസ് ക്ലീൻ ആയിരിക്കണം. ഓപ്പറേഷൻ തിയേറ്റർ, ഓപ്പറേഷൻ റൂം മുതൽ റിക്കവറി റൂം വരെ ജെം ഫ്രീ ആയിരിക്കണം. സെക്കൻഡ് പോയിന്റ്, പ്രൊട്ടക്റ്റഡ് ഏരിയയിലൂടെ മാത്രമാണ് സ്റ്റാഫിന് പാസ് ചെയ്യാൻ പാടുള്ളൂ. അൺപ്രൊട്ടക്റ്റഡ് ഏരിയയിൽ അവർക്ക് പാസ് ചെയ്യാൻ പാടില്ല. അത് ഫോർ ടു മെയിൻറ്റെയിൻ ജെം ഫ്രീ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്.
ഓക്കെ തേർഡ് പോയിന്റ് സോയിൽഡ് മെറ്റീരിയൽസും വേസ്റ്റ് മെറ്റീരിയൽസും എല്ലാം പുറത്തേക്ക് കളയുന്നത് അവർ നിർദ്ദേശിക്കുന്ന വേയിലൂടെ മാത്രമേ പുറത്തേക്ക് കളയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അവിടെ ജം ഫ്രീ എൻവയോൺമെന്റിനെ കണ്ടാമിനേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ പിന്നെന്തായിരുന്നു നെക്സ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഓപ്പറേഷൻ തിയേറ്റർ വെന്റിലേഷൻ ഫിറ്റ് ചെയ്തിരിക്കണം. അത് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ജം ഫ്രീ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയാണ്. എയർ ഫ്ലോ എന്ന് പറയുന്നത് ക്ലീൻഡ് ഏരിയ ടു അൺക്ലീൻഡ് ഏരിയ ആയിരിക്കണം. ഓക്കെ, ക്ലീൻഡ് ഏരിയയിൽ നിന്നും എന്താണ് അൺക്ലീൻഡ് ഏരിയയിലോട്ടുള്ള ആ രീതിയിലായിരിക്കണം എയർ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്താ പറ്റുന്നത്, വായുവിലൂടെയുള്ള മാലിന്യങ്ങള് എന്താണ് ഈ ഓപ്പറേറ്റിംഗ് റൂമിൽ പ്രവേശിക്കാനും അതുവഴി അസുഖങ്ങൾ സ്പ്രെഡ് ആകാനും ഈ പേഷ്യന്റിന്റെ ഹെൽത്തിനെ അഫക്ട് ചെയ്യാനും കാരണമാകുന്നുണ്ട്. ഓക്കെ, പിന്നെന്തായിരുന്നു? അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം തന്നെ കാരണങ്ങളാൽ കൊണ്ട് എന്താണ് ഈ ഓപ്പറേഷൻ തിയേറ്റർ സോണിനെ നമ്മൾ മെയിൻ ആയിട്ട് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടിനെ നമ്മൾ മെയിൻ ആയിട്ട് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ സോണുകള്? പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ, ഡിസ്പോസൽ സോൺ. പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ ആൻഡ് ഡിസ്പോസൽ സോൺ. എന്താണ് പ്രൊട്ടക്റ്റീവ് സോൺ? ഏതൊക്കെ ഏരിയ ആണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്? ഉൾപ്പെട്ടിരിക്കുന്നത് ഏതൊക്കെയാണ്? റിസപ്ഷൻ. ഓക്കെ, എന്താണ് പ്രൊട്ടക്റ്റീവ് സോൺ? പ്രൊട്ടക്റ്റീവ് സോണിന്റെ പ്രത്യേകത എന്താ? നോൺ സ്റ്റെറൈൽ സോൺ ആയിരിക്കണം. അൺറെസ്ട്രിക്റ്റഡ് ഏരിയ ആയിരിക്കണം എന്നല്ല, നോൺ സ്റ്റെറൈൽ ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഓക്കെ, പിന്നെന്താണ്? അൺറിസ്ട്രിക്റ്റഡ് ആണ്. എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫിനും ആ റൂമിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്, ആ സോണിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ എന്താണ്, അവരുടെ സ്വന്തം ഡ്രസ്സിൽ ഹെൽത്ത് കെയർ സ്റ്റാഫിന് സ്വന്തം ഡ്രസ്സിൽ എൻ്റർ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു സോണാണ് പ്രൊട്ടക്റ്റീവ് സോൺ അല്ലെങ്കിൽ ഔട്ടർ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെ ഏരിയ ആണ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്? റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ, റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ, എന്താണ് ചേഞ്ചിങ് റൂം. ചേഞ്ചിങ് റൂം എന്താണ് PPE വെയർ ചെയ്യുന്നതിനുള്ള റൂമുകളാണ്. ഓക്കെ, പിന്നെന്തായിരുന്നു? പ്രീ അനസ്തേഷ്യ, അത് ഓപ്പറേഷന് മുന്നേ പേഷ്യൻസിന്റെ റെക്കോർഡ്സും എല്ലാം ചെക്ക് ചെയ്ത്. പ്രീ അനസ്തേഷ്യ റൂമിന്റെ പ്രത്യേകത എന്താ? ഓപ്പറേഷന് മുൻപ് പേഷ്യൻസിന്റെ റെക്കോർഡ്സ്, പേഷ്യൻസിന്റെ മെഡിക്കൽ കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. മെഡിക്കൽ കണ്ടീഷൻസ് ഓപ്പറേഷന് മുൻപുള്ള ഒരു സ്റ്റേജ് ആണിത്. ആ സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? പ്രീ ഓപ്പറേറ്റീവ് റൂമിൽ അല്ലെങ്കിൽ പ്രീ ഓപ്പറേറ്റീവ് സ്റ്റേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അസസ് ചെയ്യേണ്ടത്? മെഡിക്കൽ കണ്ടീഷൻ, ഫിസിക്കൽ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ ചെയ്യണം. പിന്നെ അനസ്തേഷ്യക്ക് വേണ്ടി തയ്യാറാക്കേണ്ടതും പ്രിപ്പയർ ചെയ്യേണ്ടതും ഈ ടൈമിലാണ്. ഓക്കെ, പിന്നെ ആയിരുന്നു സ്റ്റോർസ് ആൻഡ് റെക്കോർഡ്സ്. പേഷ്യന്റുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സുകളും ഫയലുകളും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന റൂമുകളും ഈ പ്രൊട്ടക്റ്റീവ് സോണിലാണ് വരുന്നത്, ഉൾപ്പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഓട്ടോക്ലേവ് അല്ലെങ്കിൽ TSSU. എന്തായിരുന്നു TSSU? തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റിന്റെ പ്രത്യേകത എന്താ? അവിടെ നടക്കുന്ന ഫംഗ്ഷൻ എന്താണ്? ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വേണ്ട ഇൻസ്ട്രുമെന്റ്സ് എല്ലാം സ്റ്റെറൈൽ ചെയ്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് ഓട്ടോക്ലേവ്. അപ്പൊ അതും വരണത് പ്രൊട്ടക്റ്റീവ് സോണിലാണ്. ഓക്കെ, തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റിലാണ് ഓപ്പറേഷൻ റൂമിലേക്ക് വേണ്ടത് മാത്രമല്ല ഹോസ്പിറ്റലിലേക്ക് വേണ്ട എല്ലാ മെഡിക്കൽ എക്യുപ്മെന്റ്സുകളും ഡിവൈസുകളും പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ഈ തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് ഓപ്പറേഷൻ തിയേറ്ററിലേക്കും കൊടുക്കുന്നുണ്ട് അവര്. ഓക്കെ, പിന്നെന്താണ്? അതിനുവേണ്ടി അങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഇത്തരം മെഡിക്കൽ എക്യുപ്മെന്റുകളെ സ്റ്റെറൈൽ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഓട്ടോക്ലേവ് യൂസ് ചെയ്തിട്ടാണ് ഇത്തരം എക്യുപ്മെന്റ്സിനെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. പിന്നെ ട്രോളി ബേ പറഞ്ഞു. എന്തായിരുന്നു ട്രോളി ബേ? മെഡിക്കൽ ട്രോളി സ്റ്റോർ ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും പ്രിപ്പയർ ചെയ്ത് വയ്ക്കുകയും ചെയ്യുന്ന ഏരിയ. ഏരിയാസിനാണ് ട്രോളി ബേ എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രോളി ബേസ് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? മെഡിക്കേഷൻ ട്രോളി, ജനറൽ ട്രാൻസ്പോർട്ട് ട്രോളി. മെഡിക്കേഷൻ ട്രോളിയുടെ പ്രത്യേകത എന്താ? നേഴ്സസ് മെഡിക്കേഷൻ കൊടുക്കുന്ന പേഷ്യൻസിന് വേണ്ടി മരുന്നുകൾ കൊണ്ടുവരുന്ന ആ ട്രോളിയാണ് മെഡിക്കേഷൻ ട്രോളി എന്ന് പറയുന്നത്. പിന്നെ ജനറൽ ട്രാൻസ്പോർട്ട് ട്രോളി ഉണ്ട്. സാധാരണ പേഷ്യന്റിനെ വാർഡിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന, അതിനുവേണ്ടി മാത്രം യൂസ് ചെയ്യുള്ള അത്തരം ട്രോളീസ്. ഓക്കെ, അങ്ങനെയുള്ള ട്രോളീസ് ആണ്
ജനറൽ ട്രാൻസ്പോർട്ട് ട്രോളീസ് എന്ന് പറയുന്നത്. പിന്നെ പ്രൊസീജിയേഴ്സ് ട്രോളീസ് ഉണ്ട്, അതായത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആവശ്യമായ എക്യുപ്മെന്റ്സ്, മെഡിക്കേഷൻസ്, ഡിവൈസസുകൾ തുടങ്ങിയവ കൊണ്ടുപോകുന്നതിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ട്രോളീസ് ആണ് പ്രൊസീജിയേഴ്സ് ട്രോളീസ്. അപ്പൊ അത് ക്ലിയർ ആണ്? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് സോൺ ഏതാണ്? നമ്മൾ ഫസ്റ്റ് പ്രൊട്ടക്റ്റീവ് സോൺ അല്ലെങ്കിൽ ഔട്ടർ സോൺ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് സോൺ ആണ് ക്ലീൻ സോൺ. ക്ലീൻ സോൺ, ക്ലീൻ സോണിന്റെ പ്രത്യേകത എന്താണ്? ഒരു പോയിന്റും കൂടി, കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി കൺട്രോൾ ചെയ്യുന്ന ആ ഏരിയയും ഇൻക്ലൂഡഡ് ആയി വരുന്നത് പ്രൊട്ടക്റ്റീവ് സോണിലാണ്. ഓക്കെ. പിന്നെ വരുന്നതാണ് ക്ലീൻ സോൺ. ഓക്കെ, ക്ലീൻ സോണിന്റെ പ്രത്യേകത എന്താണ്? പ്രീ ഓപ്പറേറ്റിംഗ് റൂം. ഓക്കെ, മെയിൻലി എന്താണ് വരുന്നത്? ഫസ്റ്റ് പ്രൊട്ടക്റ്റീവ് സോണിനെയും സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിനെയും കണക്ട് ചെയ്യിക്കുന്ന സോൺ എന്ന് പറയുന്നത് ഏതാണ്? ക്ലീൻ സോൺ ആണ്. ഓക്കെ, മിഡിലുള്ള ക്ലീൻ സോൺ ആണ് ഈ രണ്ട് സോണുകളെയും, അതായത് പ്രൊട്ടക്റ്റീവ് സോണിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിനെ ആയിക്കോട്ടെ കണക്ട് ചെയ്യുന്നത് ഈ ക്ലീൻ സോൺ ആണ്. പിന്നെ സെമി സ്റ്റെറൈൽ റൂമാണിത്. ഇത്തരം റൂമുകളെല്ലാം സെമി സ്റ്റെറൈൽ ആയിരിക്കും. ക്ലിയർ ആണോ? നമ്മൾ പ്രൊട്ടക്റ്റീവ് സോൺ പറഞ്ഞു എങ്ങനെയാണ്? നോൺ സ്റ്റെറൈൽ ആണെന്ന് പറഞ്ഞു. പക്ഷേ ക്ലീൻ സോൺ എന്ന് പറയുന്നത് സെമി സ്റ്റെറൈൽ സോൺ ആണ്. ഓക്കെ, ഈ ഓപ്പറേറ്റിംഗ് ഏരിയക്ക് അല്ലെങ്കിൽ ഈ ഓപ്പറേറ്റിംഗ് റൂമിന് പുറത്തുള്ള ഏരിയാസ് ആണ് ക്ലീൻ സോൺ എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? ഓപ്പറേറ്റിംഗ് ഏരിയക്ക് ഔട്ട്സൈഡ് പുറത്തുള്ള ഏരിയാസിനെയാണ് ക്ലീൻ സോൺ എന്ന് പറയുന്നത്. അപ്പോ അതിലേതൊക്കെയാ വരുന്നത്? പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ ക്ലീൻ സോണിൽ പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫും എങ്ങനെയായിരിക്കണം? PPE വെയർ ചെയ്തിട്ടായിരിക്കണം ഈ ക്ലീൻ സോൺ, സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ അല്ലെങ്കിൽ ഡിസ്പോസൽ സോൺ അല്ലെ? ഓക്കെ, ഈ ക്ലീൻ സോണിലേക്ക് എൻ്റർ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? അതായത് സെമി സ്റ്റെറൈൽ സോൺ ആയിരിക്കണം. ഫസ്റ്റ് വൺ, ക്ലീൻ സോൺ എങ്ങനെയായിരിക്കണം? സെമി സ്റ്റെറൈൽ സോൺ ആയിരിക്കും. ഓക്കെ, പിന്നെന്താണ്? ഈ പ്രൊട്ടക്റ്റീവ് സോണിനെയും സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിനെയും കണക്ട് ചെയ്യുന്ന ഒരു സോൺ ആണ് ക്ലീൻ സോൺ എന്ന് പറയുന്നത്. ക്ലീൻ സോണിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് എന്താണ്? എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫും മെഡിക്കൽ സ്റ്റാഫും എന്താണ്? PPE മസ്റ്റ് ആയിട്ട് വെയർ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? അപ്പോ PPE വെയർ ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ സർജിക്കൽ ടീംസ് ഈ ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് അല്ലെങ്കിൽ സെക്കൻഡ് സോണിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഏതൊക്കെ കാര്യങ്ങളാ വരുന്നത്? പ്രീ ഓപ്പറേറ്റിംഗ് റൂം വരുന്നുണ്ട്. ഓക്കെ, റിക്കവറി റൂം വരുന്നുണ്ട്, പ്ലാസ്റ്റർ റൂം വരുന്നുണ്ട്, പിന്നെ ഏതാണ്? സ്റ്റാഫ് റൂം വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഏതാ വരുന്നത്? എസ്തെറ്റിക് സ്റ്റോർ റൂം വരുന്നുണ്ട്, എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം, ദെൻ ഓട്ടോ പ്രോസസർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഏരിയാസ് ഇൻക്ലൂഡഡ് ചെയ്തിരിക്കുന്നത് ഏത് സോണിലാണ്? ക്ലീൻ സോണിലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലീൻ സോണിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഫസ്ന, സെമി സ്റ്റെറൈൽ സോണാണ്. എന്തോ? സെമി സ്റ്റെറൈൽ സോണിനെ കണക്ട് ചെയ്ത്. ആരും അൺമ്യൂട്ട് ചെയ്യല്ലേ പ്ലീസ്. ഫസ്ന പറയൂ. സ്റ്റെറൈൽ സോണിനെയും പ്രൊട്ടക്റ്റീവ് സോണിനെയും കണക്ട് ചെയ്തിരിക്കുന്നു. പിന്നെ സെമി സ്റ്റെറൈൽ ആയിരിക്കും. പിന്നെ അതില് പ്രവേശിക്കുമ്പോൾ PPE മസ്റ്റ് ആയിട്ട് വെയർ ചെയ്തിരിക്കണം. അപ്പൊ എല്ലാ സർജിക്കൽ ടീംസും PPE വെയർ ചെയ്തിട്ടാണ് ഈ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് പ്രീ ഓപ്പറേറ്റിംഗ് റൂം വരുന്നത് ക്ലീൻ സോണിലാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്? പ്രീ ഓപ്പറേഷൻ സ്റ്റേജസ് ആണ്. അത് അനസ്തേഷ്യക്ക് മുൻപ് പ്രിപ്പയർ ചെയ്യുക, പേഷ്യന്റിനെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, പിന്നെ വരുന്നത് ഏതാ? റിക്കവറി റൂം വരുന്നതും ക്ലീൻ സോണിലാണ്. ദെൻ പ്ലാസ്റ്റർ റൂം. ഓക്കെ, പേഷ്യന്റിന് പ്ലാസ്റ്റർ ഒക്കെ ചെയ്യില്ലേ? പ്ലാസ്റ്റർ റൂം വരുന്നുണ്ട്. സ്റ്റാഫ് റൂം എന്താണ്? എല്ലാ മെഡിക്കൽ സ്റ്റാഫുകൾക്കും, അതായത് ഓപ്പറേഷൻ സർജറി കണ്ടക്ട് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും സെപ്പറേറ്റഡ് ആയിട്ടുള്ള റൂം ഇല്ല. ഓക്കെ, അവർക്കെല്ലാം കൂടി കോമൺ ആയിട്ട് ഒരു റൂമാണുള്ളത്. അതാണ് സ്റ്റാഫ് റൂം. അവർക്ക് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എന്താണ് ഈ ഓപ്പറേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഒക്കെയുള്ള റൂമുകളാണ് ഈ സ്റ്റാഫ് റൂം എന്നറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? എസ്തെറ്റിക് സ്റ്റോർ റൂം ഉണ്ട്. എന്താണ് എസ്തെറ്റിക് സ്റ്റോർ റൂം?
എന്താണ് എസ്തെറ്റിക് സ്റ്റോർ റൂമിന്റെ പ്രത്യേകതകള്? ഇപ്പൊ നമ്മൾ ഡിഫറെന്റ് സർജറീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പലതരം സർജറീസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡെർമറ്റോളജിക്കൽ തിയേറ്റർ ഉണ്ട്, അല്ലെങ്കിൽ കോസ്മെറ്റിക് സർജറീസ് ഉണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുന്ന, തിയേറ്ററിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളെയും എല്ലാ എക്യുപ്മെന്റ്സുകളും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്പേസ് ആണ് എസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറയുന്നത്. അതായത് ഡിഫറെന്റ് ഓപ്പറേഷൻ ടൈമില്, സർജറീസിന്റെ ടൈമില് ആവശ്യമായേക്കാവുന്ന എല്ലാ എക്യുപ്മെന്റ്സുകളും എല്ലാ മെഡിക്കേഷൻസും പിന്നെന്താണ് എല്ലാ ഡിവൈസുകളും സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു റൂമിനെയാണ് നമ്മൾ എസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഈ റൂമിന്റെ പ്രത്യേകത എന്താണ്? ഈ റൂം എങ്ങനെയായിരിക്കണം? ടെമ്പറേച്ചർ കൺട്രോൾഡ് ചെയ്ത റൂം ആയിരിക്കണം. ഓക്കെ, ടെമ്പറേച്ചർ കൺട്രോൾഡ് ചെയ്ത റൂം ആയിരിക്കണം. എല്ലാ എക്യുപ്മെന്റ്സിനും അല്ലെങ്കിൽ എല്ലാ മെറ്റീരിയൽസിനും ലേബിൾഡ് ചെയ്തിരിക്കണം. ഓക്കെ, ലേബിൾഡ് ചെയ്ത മെറ്റീരിയൽസ് അങ്ങനെ ആയിരിക്കണം അവിടെ കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയുമോ മാം? എസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡിഫറെന്റ് സർജറീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, കോസ്മെറ്റിക് സർജറീസ് ഉണ്ട്, പിന്നെ എന്താണ് ഡെർമറ്റോളജിക്കൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇത്തരം സർജറീസിന് ആവശ്യമായ ഡിവൈസസ്, ഓക്കെ, ഈ സിറ്റുവേഷൻസിൽ, ഈ ട്രീറ്റ്മെന്റിന്റെ സമയത്ത്, ഈ സർജറിയുടെ സമയത്ത് വേണ്ടി വന്നേക്കാവുന്ന എല്ലാ ഡിവൈസുകളെയും എല്ലാ മെഡിക്കേഷൻസും അല്ലെങ്കിൽ എന്താണ് എല്ലാ എക്യുപ്മെന്റ്സുകളും സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഏരിയയാണ് എസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറയുന്നത്. എസ്തെറ്റിക് സ്റ്റോർ റൂം. ഈ റൂമിന്റെ നെക്സ്റ്റ് ക്ലാസ് ഇല്ലേ എന്നല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് ഞാൻ തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ. അപ്പോ ഈ റൂമിനെയാണ് നമ്മൾ എന്ത് എസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് എസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറയുന്നത്. ആ റൂമിന്റെ പ്രത്യേകത എന്താണ്? ടെമ്പറേച്ചർ കൺട്രോൾഡ് ചെയ്ത റൂം ആയിരിക്കണം. ഓക്കെ, ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കണം? കൺട്രോൾഡ് ആയിരിക്കണം. പിന്നെ എന്താണ് പ്രത്യേകത? എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ എല്ലാ മെറ്റീരിയൽസിന് പുറത്ത് നമ്മൾ ലേബിൾഡ് ചെയ്ത് വെച്ചിരിക്കണം. ഏത് എക്യുപ്മെന്റ്സ് ആണെന്ന്, ഏത് മെഡിക്കേഷൻ ആണെന്ന് ഈസിലി നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്ന രീതിയിൽ ലേബിൾഡ് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ആണ് എക്സ്റേ യൂണിറ്റ് ഡാർക്ക് റൂം ഓട്ടോ പ്രോസസർ. എക്സ്റേ യൂണിറ്റ് ഡാർക്ക് റൂം ഓട്ടോ പ്രോസസർ എന്താ? എക്സ്റേ യൂണിറ്റ് ഡാർക്ക് റൂം എന്ന് പറഞ്ഞാല്, എക്സ്റേ യൂണിറ്റ് നമുക്ക് എക്സ്റേ എടുക്കുന്ന ആ റൂമില്ലേ, ആ റൂം വരുന്നത് ക്ലീൻ സോണിലാണ്. ഓക്കെ, ക്ലീൻ സോണിലാണ് ഈ എക്സ്റേ യൂണിറ്റ് ഡാർക്ക് റൂം വരുന്നത്. അപ്പൊ എന്താണ് എക്സ്റേ യൂണിറ്റ് ഡാർക്ക് റൂം അല്ലെങ്കിൽ ഓട്ടോ പ്രോസസർ എന്ന് പറഞ്ഞാല്? നമുക്കറിയാം, റേഡിയോഗ്രാഫിക്സ്, നമ്മുടെ മെഡിക്കൽ ഇമേജസ് ഒക്കെ എടുക്കില്ലേ, എക്സ്റേസ്, CT പോലുള്ളവ എടുക്കില്ലേ? അപ്പൊ ഈ മെഡിക്കൽ എക്സ്റേയുടെ ടൈമിൽ എന്താണ് ഈ റേഡിയോഗ്രാഫിക് ഫിലിംസ് ഡെവലപ്പ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിലെ ഒരു സ്പെഷ്യൽ റൂമാണ് എക്സ്റേ യൂണിറ്റ് ഡാർക്ക് റൂം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഈ ഫിലിം ഡെവലപ്മെന്റിന്റെ പ്രോസസ്സിൽ ഓട്ടോമേറ്റ് ആയിരിക്കും, പിന്നെ എന്താണ് എഫിഷ്യന്റ് ആയിരിക്കും. ഓക്കെ, എഫിഷ്യന്റ് ആയിട്ടായിരിക്കും ഇത്തരം എക്സ്റേസ് എടുക്കുന്നത്. ആ എടുക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസിനെയാണ് ഓട്ടോ പ്രോസസർ എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ് എഫിഷ്യന്റ് ആയിട്ട് ഈ എക്സ്റേയുടെ പിക്ചർ, ഇമേജ് എടുക്കുന്ന ആ ഡിവൈസിനെയാണ് നമ്മൾ ഓട്ടോ പ്രോസസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതായത് റേഡിയോഗ്രാഫിക്കൽ മെഡിക്കൽ ഇമേജിംഗ് എടുക്കുന്ന, ഡെവലപ്പ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിലെ ഒരു സ്പെഷ്യൽ റൂമാണ് എക്സ്റേ യൂണിറ്റ് ഡാർക്ക് റൂം എന്ന് പറയുന്നത്. അപ്പൊ എക്സ്റേ യൂണിറ്റ് ഡാർക്ക് റൂമില് ഈ ഇമേജസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ എന്താണ് അത് എഫിഷ്യന്റ് ആയിട്ട് എടുക്കുന്നതിനും യൂസ് ചെയ്യുന്ന ഡിവൈസിനെയാണ് ഓട്ടോ പ്രോസസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, പിന്നെ വരുന്ന നെക്സ്റ്റ് സോൺ ഏതാണ്? സ്റ്റെഫി, ക്ലിയർ ആയില്ല. എക്സ്റേ യൂണിറ്റ് ഡാർക്ക് റൂം എന്ന് പറഞ്ഞാൽ എക്സ്റേ എടുക്കുന്ന ആ റൂം ഉണ്ടല്ലോ, ഹോസ്പിറ്റൽസിൽ എക്സ്റേ എടുക്കുന്ന ഒരു സ്പെഷ്യൽ റൂം ഉണ്ടായിരിക്കും അല്ലെ, മെഡിക്കൽ ഇമേജിംഗ് എടുക്കുന്ന ഒരു സ്പെഷ്യൽ റൂം ഉണ്ടായിരിക്കും. അപ്പൊ എക്സ്റേ എടുക്കുന്ന റൂമിനെയാണ് എക്സ്റേ യൂണിറ്റ് ഡാർക്ക് റൂം എന്ന് പറയുന്നത്. അപ്പോ ആ റൂമിൽ എടുക്കുന്ന എക്സ്റേസ് എങ്ങനെയാണ്? ഓട്ടോമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് എടുക്കണം അല്ലെ. അങ്ങനെ എടുക്കുന്ന ഡിവൈസുകൾ ഉണ്ട്. ഓക്കെ, ആ ഡിവൈസസിനെയാണ് നമ്മൾ ഓട്ടോ പ്രോസസർ എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഓട്ടോ പ്രോസസർ ആണ് നമ്മുടെ എക്സ്റേസ് എടുക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ.
തേർഡ് സോൺ ഏതാണ്? സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ അല്ലേ? സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ എന്താണ്? സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ. ഈ സ്റ്റെറൈൽ സ്ക്രീൻ സ്ക്രോൾ ചെയ്യാനല്ലേ റിജോ? സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാം റിജോ. തേർഡ് സോൺ. ഓക്കെ, തേർഡ് സോൺ ആണ് സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ. ഓക്കെ, PDF നോക്കിക്കോളൂ. അപ്പോ തേർഡ് സോൺ ആണ്. 4 സോണുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടിനെ മെയിൻലി 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് സോൺ ഏതാണ്? പ്രൊട്ടക്റ്റീവ് സോൺ. സെക്കൻഡ് സോൺ ആണ് ക്ലീൻ സോൺ ആൻഡ് തേർഡ് സോൺ ആണ് സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ. ഈ സോണിലാണ് ഓപ്പറേറ്റിംഗ് റൂം വരുന്നത്. ഓക്കെ, ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യുന്ന ആ റൂം വരുന്നത്, ആ സ്പെഷ്യൽ റൂം വരുന്നത്, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ വരുന്നത് ക്ലീൻ സോണിലെ 5 റൂമുകളോ? ലാസ്റ്റ് നമുക്ക് റിവൈസ് ചെയ്യുമ്പോൾ ഒന്നുകൂടി പറയാം. ഓക്കെ, മതിയോ? ഓക്കെ നിഷിത. അപ്പൊ നമുക്ക് സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ എന്താന്ന് നോക്കാം. ഈ സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിലാണ് ഓപ്പറേറ്റിംഗ് റൂം വരുന്നത്. ഈ സ്റ്റെറൈൽ അസെപ്റ്റിക് റൂമിന്റെ സോണിന്റെ പ്രത്യേകത എന്താ? റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. ഈ സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. അവിടെ എന്താണ്? വേറെ ആർക്കും പ്രവേശിക്കാൻ സാധ്യമല്ല. സർജൻസിനോ നേഴ്സസിനോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സ്റ്റാഫിനോ സപ്പോർട്ടിംഗ് സ്റ്റാഫിനോ മാത്രമാണ് ഈ ഏരിയയിലോട്ട് എൻട്രൻസ് ഉള്ളൂ. ഓക്കെ, വേറെ ആർക്കും എൻട്രി കയറാനായിട്ട് സാധിക്കുന്നതല്ല. ഓക്കെ, റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. ക്ലിയർ ആണോ? പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഓപ്പറേറ്റിംഗ് റൂം വരുന്നത് ഈ ഏരിയയിലാണ്. പിന്നെന്താണ്? സ്ക്രബ് റൂം. എന്തായിരുന്നു സ്ക്രബ് റൂം? സ്ക്രബ് റൂമും വരുന്നത് ഈ സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിലാണ്. വിച്ച് ഈസ് എന്താണ്? തേർഡ് സോണിലാണ് സ്ക്രബ് റൂം വരുന്നത്. എന്താ സ്ക്രബ് റൂമിന്റെ പ്രത്യേകത എന്താണ്? നമ്മള് ഈ സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ ജെം ഫ്രീ എൻവയോൺമെന്റിനെ കണ്ടാമിനേറ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ഹാൻഡ് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യണം. അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ക്രബിംഗ് എന്ന് പറയുന്നത് അല്ലെ? എങ്ങനെയാണ് സ്ക്രബ് ചെയ്യേണ്ടത്? ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ജ്വല്ലറീസ്, ഓർണമെന്റ്സ് എല്ലാം റിമൂവ് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം? കൈ ചെക്ക് ചെയ്യണം, ഹാൻഡ് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും എന്താണ് ഡേർട്ട് വിസിബിൾ ആയിട്ടുള്ള ഡേർട്ട് ഉണ്ടോ, അല്ലെങ്കിൽ നെയിൽ എങ്ങനെയാണ്, ഷോർട്ട് ആണോ, എക്സ്റ്റൻഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് ചിപ്ഡ് ആയിട്ടുള്ള നെയിൽ പോളിഷ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. അതിനുശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? വാം വാട്ടർ യൂസ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് 1 മിനിറ്റ് കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യണം? വാഷ് ചെയ്യണം. അതിനുശേഷമാണ് ഈ സ്ക്രബിംഗ് മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, മെയിൻലി 2 മെത്തേഡ്സ് ഉണ്ട്. ടൈംഡ് മെത്തേഡ് ഉണ്ട്, ബ്രഷ് സ്ട്രോക്ക് മെത്തേഡ് ഉണ്ട്. ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും ഒരു സ്റ്റാഫിന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതനുസരിച്ച് പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? ഡ്രൈ ചെയ്യണം. ഓക്കെ, ഹാൻഡ് ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യാൻ പാടുള്ളൂ. ഈ പ്രൊസീജിയേഴ്സിനെയാണ്, അപ്പൊ ഇത്തരം പ്രൊസീജിയേഴ്സ്, ഓക്കെ, ഈ പ്രൊസീജിയേഴ്സിനെയാണ് നമ്മൾ സ്ക്രബ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നടത്തുന്ന റൂമാണ് സ്ക്രബ് റൂം. ഈ ഹാൻഡ് വാഷ് സ്ക്രബിംഗ് ചെയ്യുന്ന റൂമിനെയാണ് സ്ക്രബ് റൂം എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ക്രബ് റൂമും എവിടെയാണ് വരുന്നത്? സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ, അതായത് ഈ തേർഡ് സോണിലാണ്. റെസ്ട്രിക്റ്റഡ് ഏരിയയാണ് തേർഡ് സോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ എന്ന് പറയുന്നത് എങ്ങനെയാണ്? റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. ഓക്കെ, അപ്പൊ ഈ സോണിൽ തന്നെയാണ് സ്ക്രബ് റൂമും വരുന്നത്. പിന്നെ ഏതാണ്? അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂംസ്, അനസ്തേഷ്യ കൊടുക്കുന്ന റൂം. ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻസ്, നമുക്ക് ആ ടൈമിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിവൈസ് ഇൻസ്റ്റന്റ് ആയിട്ട് സ്റ്റെറൈൽ ചെയ്യണം. ഓക്കെ, അതിനൊരു പെർട്ടിക്കുലർ റൂം ഉണ്ട്. ആ റൂം വരുന്നതും സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിലാണ്. ഓക്കെ, പിന്നെന്താണ്? ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. പിന്നെ ഏതാ വരുന്നത്? ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. അപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ലേ, ഈ ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് വേണ്ടി വരുന്ന എല്ലാ മെഡിക്കേഷൻസും എല്ലാ എക്യുപ്മെന്റ്സുകളും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന, ഓക്കെ, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അതിനുവേണ്ടി ഓപ്പറേഷൻ റൂമിലേക്ക് ഏത് എക്യുപ്മെന്റ് ആണോ ആവശ്യമായിട്ട് വരുന്നത്, ആ എക്യുപ്മെന്റിനെ പ്രിപ്പയർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രോളീസ് കീപ്പ് ചെയ്യുന്ന ഏരിയാസ് ആണ് ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം. നേരത്തെ നമ്മളൊരു ട്രോളി ബേ പഠിച്ചു അല്ലെ?
ഇപ്പൊ എന്താ ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ, എന്താ അതിന്റെ വ്യത്യാസം? എന്തായിരിക്കാം വ്യത്യാസം? ആ ട്രോളി ബേ എവിടെയാ വരുന്നത്? ഫസ്റ്റ് സോണിലാണ്, പ്രൊട്ടക്റ്റീവ് സോണിലാണ്. അവിടെയാണ് എല്ലാ ട്രോളികളും, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രോളികൾ മാത്രമാണ് അവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രോളികൾ പറഞ്ഞു അല്ലെ? ഇതിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ട്രോളിയുടെ പേരെന്തായിരുന്നു? പ്രൊസീജിയർ ട്രോളീസ്. ഓക്കെ, അപ്പോ പലതരത്തിലുള്ള ഈ പ്രൊസീജിയർ ട്രോളീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ ഏതായിരുന്നു, മെഡിക്കേഷൻ ട്രോളി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സാധാരണ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ജനറൽ ട്രാൻസ്പോർട്ട് ട്രോളീസ് ആയിക്കോട്ടെ, ഇങ്ങനെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ട്രോളീസിനെ എന്താണ് സ്റ്റോർ ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും എപ്പോഴാണ് ആവശ്യം വരുന്നത് ആ സമയത്തേക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ഏരിയയാണ് നമ്മൾ ട്രോളി ബേ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണല്ലോ? അപ്പോ ഇപ്പൊ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഒരു ട്രോളി വേണം. അപ്പൊ നമ്മൾ ഏത് ട്രോളി അതിൽ സെലക്ട് ചെയ്യുന്നത്? പ്രൊസീജിയർ ട്രോളി ആണ്. ഓക്കെ, പ്രൊസീജിയർ ട്രോളി ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഈ ട്രോളിയിൽ നമുക്ക് ആവശ്യമായ എല്ലാ എക്യുപ്മെന്റ്സും, എല്ലാ മെഡിക്കേഷൻസും, എല്ലാ ഇൻസ്ട്രുമെന്റുകളും നമ്മൾ വെക്കും. ഓക്കെ, പ്ലേസ് ചെയ്യും. അതിനുശേഷം ഈ ഇൻസ്ട്രുമെന്റ് ട്രോളി, ഈ ട്രോളി വേറെ ഒരു ഏരിയയിലേക്ക് മൂവ് ചെയ്യിക്കും. ഓക്കെ, വേറെ ഒരു ഏരിയയിലേക്ക്, അതായത് ഈ ഓപ്പറേറ്റിംഗ് ഈ തേർഡ് സോണിലേക്ക് കൊണ്ടുവരും ഈ ട്രോളിയെ. ഓക്കെ, ട്രോളി മാത്രമല്ല ആ ടൈമിൽ വരുന്നത് എന്താണ്? ഈ ഓപ്പറേഷൻ തിയേറ്റർ, ഈ ഓപ്പറേഷൻ ആവശ്യമായി, സർജറിക്ക് ആവശ്യമായ എല്ലാ മെഡിക്കേഷൻസും എല്ലാ ഡിവൈസസും ഇതിലുണ്ടായിരിക്കും. ഓക്കെ, അത്തരം ട്രോളികൾ സ്റ്റോർ ചെയ്യുന്ന ഏരിയാസ് വരുന്നത് ഈ തേർഡ് സോണിലാണ്. ഇപ്പൊ ക്ലിയർ ആണോ? അതായത് ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് വേണ്ടി വരുന്ന എല്ലാ ഇൻസ്ട്രുമെന്റ്സും എല്ലാ ഡിവൈസുകളും കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രോളിയാണ്. ഓക്കെ, അത്തരം ട്രോളീസ് കീപ്പ് ചെയ്യുന്ന ആ ഏരിയയാണ് ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ എന്ന് പറയുന്നത്. അത് എവിടെയാ വരുന്നത്? തേർഡ് സോണിലാണ്, റിസ്ട്രിക്റ്റഡ് ഏരിയാസിലാണ്. ഓക്കെ, സ്റ്റെറൈൽ ഏരിയയാണ്, റിസ്ട്രിക്റ്റഡ് ഏരിയയാണ്. അവിടെയാണ് ഈ ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ വരുന്നത്. തേർഡ് സോണിലാണ് വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ ഫോർത്ത് സോൺ. ഫോർത്ത് സോണിന്റെ പ്രത്യേകത എന്താ? അവിടെയാണ് ഡിസ്പോസൽ സോൺ വരുന്നത്. ഡിസ്പോസൽ സോൺ. ഓക്കെ, ഡേർട്ടി വാഷപ്പ് റൂംസ്, ഡിസ്പോസൽ കോറിഡോർ, ജാനിറ്റർ ക്ലോസറ്റ്. ഓക്കെ, എന്താ അതിന്റെ പ്രത്യേകത? എന്താ? ഈ സർജറി ടൈംസിൽ ഉണ്ടാകുന്ന വേസ്റ്റുകളൊക്കെ ഡിസ്പോസ് ചെയ്യുന്ന സോണാണ് ഡിസ്പോസൽ സോൺ എന്ന് പറയുന്നത്. ഈ സർജറി ടൈമിൽ ഉണ്ടായേക്കാവുന്ന ബ്ലഡുകള്, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ്, അതും അല്ലെങ്കിൽ എന്താണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, ഇത്തരം വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഡിസ്പോസൽ സോൺ ആണ്. ഓക്കെ, പിന്നെന്താണ്? നേരത്തെ പറഞ്ഞ പോലെ ഈ ഡിസ്പോസ് ചെയ്യേണ്ട എല്ലാ മെറ്റീരിയൽസും, ഈ സോയിൽഡ് മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഏത് ഡിസ്പോസൽ കോറിഡോർ, ഓക്കെ, ഡിസ്പോസൽ കോറിഡോറിലൂടെ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ. ക്ലിയർ ആണോ? നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ മെഡിക്കൽ വേസ്റ്റുകളും, എല്ലാ വേസ്റ്റുകളെയും മൂവ് ചെയ്യിക്കേണ്ടത് അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യാനായിട്ട് കൊണ്ടുപോകേണ്ടത് ഡിസ്പോസൽ കോറിഡോറിലൂടെ മാത്രമായിരിക്കണം. അല്ലെങ്കിൽ എന്താ പ്രത്യേകത? അവിടെ എങ്ങനെയാണ്? അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസും ഉണ്ട്, പ്രൊട്ടക്റ്റഡ് ഏരിയാസും ഉണ്ട്. പ്രൊട്ടക്റ്റഡ് ഏരിയാസിലോട്ട് ഇത് കവർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മൂവ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ പ്രോപ്പർ ആയിട്ട് വേണം, ഡിസ്പോസൽ കോറിഡോറിലൂടെ മാത്രമേ ഇത്തരം മെഡിക്കൽ വേസ്റ്റുകളെ മൂവ് ചെയ്യിക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ ജാനിറ്റർ ക്ലോസറ്റ്. എന്താ ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഓപ്പറേറ്റിംഗ് റൂമിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ഉണ്ടല്ലോ, ആഫ്റ്റർ സർജറിക്ക് ശേഷം നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ച എല്ലാ എക്യുപ്മെന്റ്സും എല്ലാ മെറ്റീരിയൽസും നമ്മൾ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യണം, സ്റ്റെറൈൽ ചെയ്യണം, വേണ്ടേ? അണുവിമുക്തമാക്കണം. അതിനു വേണ്ടി വരുന്ന എല്ലാ സൊല്യൂഷൻസും, ഡിറ്റർജൻസ്, മോപ്പ്, ബക്കറ്റ്സ് തുടങ്ങിയ എക്യുപ്മെന്റ്സുകളെ സ്റ്റോർ ചെയ്യുന്ന ഏരിയയാണ് ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഈ ആഫ്റ്റർ സർജറിക്ക് ശേഷം നമ്മൾ അതിനുവേണ്ടി ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്ത എക്യുപ്മെന്റ്സുകൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് മെറ്റീരിയൽസ് ഉണ്ടായേക്കാം, കാർപ്പറ്റ്സ് പോലുള്ളവയൊക്കെ ഉണ്ടായേക്കാം അല്ലെ? ഇതെല്ലാം ആ ടൈമിൽ നമ്മൾ യൂസ് ചെയ്ത എല്ലാ മെറ്റീരിയൽസും എന്താണ് സ്റ്റെറൈൽ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ജെം ഫ്രീ ആക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെന്റ്സുകളും, ചിലപ്പോൾ മോപ്പ് ആയിരിക്കാം, ബക്കറ്റ്സ് ആയിരിക്കാം, സൊല്യൂഷൻ ആയിരിക്കാം, ഡിറ്റർജന്റ് ആയിരിക്കാം, എല്ലാം ഇതിനു വേണ്ട എല്ലാ എക്യുപ്മെന്റ്സുകളെയും നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ആ ഏരിയയാണ് ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മള്
ഈ 4 സോണുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വേറെ പോയിന്റ് ഇല്ലല്ലോ അതില്? ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഡിസ്പോസൽ സോണിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ വേസ്റ്റുകളെയും ഡിസ്പോസ് ചെയ്യേണ്ട സോണാണ് ഡിസ്പോസൽ സോൺ. ഈ സോണിലാണ് വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യേണ്ടത്. പിന്നെന്താണ്? സർജറിക്ക് ശേഷമായ എക്യുപ്മെന്റ്സുകളെ ക്ലീൻ ചെയ്യാനായിട്ട് സ്റ്റെറൈൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന അതിനുവേണ്ട ഡിറ്റർജന്റ്, മോപ്പ്, ബക്കറ്റ്, സൊല്യൂഷൻ എല്ലാം കീപ്പ് ചെയ്യുന്ന ഏരിയാസ് ആണ് ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഡിസ്പോസ് ചെയ്യാനായിട്ട്, ഈ വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യാനായിട്ട് ഡിസ്പോസൽ കോറിഡോറിലൂടെ മാത്രമേ മൂവ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ നമ്മൾ മെയിൻലി 4 സോൺ ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു ആ സോൺ? Protective zone, clean zone, sterile, aseptic zone, disposal zone. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ടിസി പറയൂ, ഏതൊക്കെയായിരുന്നു ആ സോൺ? പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ, ഡിസ്പോസൽ സോൺ. പ്രൊട്ടക്റ്റീവ് സോണിന്റെ മറ്റൊരു പേരെന്തായിരുന്നു? ഔട്ടർ സോൺ. ഔട്ടർ സോൺ. പ്രൊട്ടക്റ്റീവ് സോണിന്റെ പ്രത്യേകത എന്താ? അതൊരു നോൺ സ്റ്റെറൈൽ സോൺ ആണ്. പിന്നെ അൺറെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. പിന്നെ എല്ലാ മെഡിക്കൽ സ്റ്റാഫിനും സ്വന്തം ഡ്രസ്സിൽ തന്നെ വരാൻ പറ്റുന്ന ഒരിടമാണ്. അവരവരുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നത് അവിടെ വെച്ചിട്ട് തന്നെയാണ്. ഓക്കെ. പിന്നെ ഏതൊക്കെയാണ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്? ഏതൊക്കെ ഏരിയാസ് ആണ്? റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സ്, പിന്നെ ചേഞ്ചിങ് റൂം. ചേഞ്ചിങ് റൂം വരുന്നുണ്ട്. പ്രീ അനസ്തേഷ്യ റൂം, അനസ്തേഷ്യക്ക് വേണ്ടി തയ്യാറാകുന്ന റൂം ഉണ്ട്. സ്റ്റോർസ് റെക്കോർഡ്സ്, മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന. പിന്നെന്തായിരുന്നു? ഓട്ടോക്ലേവ്, തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്, തിയേറ്ററിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് സ്റ്റെറൈൽ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഓട്ടോക്ലേവ്. ഓക്കെ. പിന്നെന്തായിരുന്നു? ട്രോളി ബേ. ട്രോളി ബേ എന്തായിരുന്നു? ട്രോളി ബേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏരിയ ഇൻ വിച്ച് സ്റ്റോർ, ഓർഗനൈസ് ആൻഡ് പ്രിപ്പയർ ട്രോളികളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന, ഓർഗനൈസ് ചെയ്യാനും പിന്നെ മറ്റുള്ള സർജറിക്ക് ആവശ്യത്തിനും പ്രിപ്പയർ ഒക്കെ ചെയ്ത് വെക്കുന്ന ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ട്രോളി ബേ. ഓക്കെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രോളീസ് ഉണ്ട്. ഏതൊക്കെയാണത്? മെഡിക്കേഷൻ ട്രോളി, പ്രൊസീജിയർ ട്രോളി, ജനറൽ ട്രാൻസ്പോർട്ട് ട്രോളി. മെഡിക്കേഷൻ ട്രോളി സപ്ലൈ നേഴ്സൊക്കെ മെഡിസിൻ സപ്ലൈ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന ട്രോളിയാണ് മെഡിക്കേഷൻ ട്രോളി. സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സിന് ഓപ്പറേഷൻ തിയേറ്ററിൽ യൂസ് ചെയ്യുന്നതാണ് പ്രൊസീജിയർ ട്രോളി. പിന്നെ പേഷ്യന്റിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും റിക്കവറി റൂമിൽ നിന്നൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ജനറൽ ട്രാൻസ്പോർട്ട് ട്രോളി. ഓക്കെ. ഓപ്പറേറ്റിംഗ് റൂമിൽ നിന്ന് മാത്രമല്ല, ഹോസ്പിറ്റൽസിൽ എവിടെ വേണമെങ്കിലും പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്, പേഷ്യന്റിന് ഇപ്പൊ നടക്കാൻ വയ്യാത്ത പേഷ്യന്റ് ഒക്കെ വരുമല്ലോ, അപ്പൊ അത്തരം വേണ്ടിയും യൂസ് ചെയ്യുന്നതും ഈ ജനറൽ ട്രാൻസ്പോർട്ട് ട്രോളി തന്നെയാണ്. ഓക്കെ. മ്യൂട്ട് ചെയ്തോളൂ. ക്ലീൻ സോണിന്റെ പ്രത്യേകത എന്താ? ക്ലീൻ സോൺ. ക്ലീൻ സോൺ പ്രൊട്ടക്റ്റീവ് സോണിനെയും സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിനെയും കണക്ട് ചെയ്യുന്ന സോണാണ് ക്ലീൻ സോൺ. സോണാണ് ക്ലീൻ സോൺ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെന്താണ്? സെമി സ്റ്റെറൈൽ സോണാണ്. സെമി സ്റ്റെറൈൽ ആയിരിക്കും. ഓക്കെ. പിന്നെ ഹെൽത്ത് കെയർ സ്റ്റാഫ്സിനൊക്കെ അവരൊക്കെ PPE ധരിച്ചിട്ട് ഈ ഒരു സോണിലോട്ട് കയറാൻ പാടുള്ളൂ, എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. അതെ. അതിൽ വരുന്ന സോണുകള് പ്രീ ഓപ്പറേറ്റിംഗ്, പിന്നെ റിക്കവറി റൂം, പ്ലാസ്റ്റർ റൂം, പിന്നെ സ്റ്റാഫ് റൂം, സ്റ്റാഫ്സിന് ഇരിക്കുന്ന റൂം, പിന്നെ ആസ്തെറ്റിക് റൂം. എസ്തെറ്റിക് സ്റ്റോർ റൂം. അവിടെ എന്താ പ്രത്യേകത? എസ്തെറ്റിക് സ്റ്റോർ റൂമിന്റെ പ്രത്യേകത സർജറീസിന് ആവശ്യമായിട്ടുള്ള ഡിവൈസസും എക്യുപ്മെന്റ്സും ഒക്കെ സ്റ്റോർ ചെയ്യുന്ന റൂമാണ് ഈ ആസ്തെറ്റിക് റൂം. അതിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ടെമ്പറേച്ചർ കൺട്രോൾ ആയിരിക്കും. പിന്നെ അവിടുത്തെ എക്യുപ്മെന്റ്സ് ഒക്കെ ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കണം, ലേബിൾഡ് ചെയ്ത എക്യുപ്മെന്റ്സ് ആയിരിക്കണം. ഓക്കെ. പിന്നെ എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം അല്ലെങ്കിൽ ഓട്ടോ പ്രോസസർ എന്താണ്? നമ്മൾ എക്സ്റേ എടുക്കുന്ന റൂമിനെയാണ് എക്സ്റേ ഡാർക്ക് റൂം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിനെയാണ് ഓട്ടോ പ്രോസസർ എന്ന് പറയുന്നത്. ഓക്കെ. മ്യൂട്ട് ചെയ്തോളൂ. ഫസ്ന, തേർഡ് സോണിന്റെ പ്രത്യേകത എന്തൊക്കെയാ? തേർഡ് സോൺ ഏതാണ്? തേർഡ് സോൺ
സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ ആണ്. അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, സ്റ്റെറൈൽ ഏരിയ ആണ്. ഓക്കെ, ഏതൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? ഏതൊക്കെ ഏരിയാസ് ആണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? ഓപ്പറേറ്റിംഗ് റൂം. പറയില്ലേ മാഡം? കണ്ടാമിനേഷൻ ഫ്രീ എൻവയോൺമെന്റ്. അതെ. പറയൂ, ഫസ്റ്റ് പറയൂ, ഏതൊക്കെയാണ്? ഓപ്പറേറ്റിംഗ് റൂം, സ്ക്രബ് റൂം വരുന്നുണ്ട്. അനസ്തേഷ്യ, ഇൻഡക്ഷൻ റൂം, ഓക്കെ. സ്റ്റെറിലൈസേഷൻ, ഇൻസ്റ്റന്റ് സ്റ്റെറിലൈസേഷൻ. നമുക്ക് ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്യണമെങ്കിൽ അതിനു വേണ്ടി ഒരു പെർട്ടിക്കുലർ റൂം ഉണ്ട്. ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ എന്താണ്? ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയയുടെ പ്രത്യേകത എന്താ? നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന, ഓപ്പറേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ട്രോളീസ്, ആ ട്രോളീസ് കീപ്പ് ഏരിയയാണ് ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ദെൻ ഫോർത്ത് സോൺ ഏതാണ്? ഫോർത്ത് സോൺ ഡിസ്പോസൽ സോൺ. ഡിസ്പോസൽ സോണിന്റെ പ്രത്യേകത എന്താണ്? ഡിസ്പോസൽ സോൺ നമ്മൾ ഈ വേസ്റ്റ് വരുന്ന സാധനങ്ങളെല്ലാം ഡിസ്പോസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഡിസ്പോസൽ സോൺ. ചെയ്യുന്ന ഏരിയയാണ്, ഡിസ്പോസ് ചെയ്യുന്ന ഏരിയയാണ് ഡിസ്പോസൽ സോൺ എന്ന് പറയുന്നത്. ഏതൊക്കെ ഏരിയാസ് ആണ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്? സേഫ്റ്റി പ്രോട്ടോകോൾസ് വരും. എന്തോ? കണ്ടാമിനേഷൻ. അതല്ല, അതിൽ ഏതൊക്കെ ഏരിയാസ് വരുന്നുണ്ട്? ഡിസ്പോസൽ കോറിഡോർ വരുന്നത് ഈ ഡിസ്പോസൽ സോണിലാണ്. അതായത് നമ്മൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞു വരുന്ന എല്ലാ വേസ്റ്റുകളും, എല്ലാ മെഡിക്കൽ വേസ്റ്റുകളെയും ഡിസ്പോസ് ചെയ്യേണ്ടത് ഈ കോറിഡോറിലൂടെ മാത്രമാണ് മൂവ് ചെയ്യിക്കാൻ പാടുള്ളൂ. പിന്നെന്താണ്? ജാനിറ്റൽ ക്ലോസറ്റ് എന്തായിരുന്നു? ആഫ്റ്റർ സർജറി ഒക്കെ സ്റ്റെറൈൽ ചെയ്യുന്നതിന്. അതിനുശേഷം വരുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റെറൈൽ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കള് സൂക്ഷിച്ചിരിക്കുന്ന ഏരിയയാണ് ജാനിറ്റൽ ക്ലോസറ്റ്. പിന്നെ ഡേർട്ടി വാഷപ്പ് റൂം ഉണ്ട് അല്ലെ? നമുക്ക് ഡേർട്ട് ഉണ്ടെങ്കിൽ അത് വാഷ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ റൂം ഉണ്ട്. ഇതൊക്കെ വരുന്നത് ഈ ഡിസ്പോസൽ സോണിലാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്, മ്യൂട്ട് ചെയ്യൂ. നെക്സ്റ്റ് ടോപ്പിക് ആണ് യൂഷ്വൽ ഏരിയാസ് ഓഫ് ഡെഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻ തിയേറ്റേഴ്സ്. യൂഷ്വൽ ഏരിയാസ് ഓഫ് ഡെഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. യൂഷ്വൽ ഏരിയാസ്. റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ റിജു? യൂഷ്വൽ ഏരിയാസ് ഓഫ് ഡെഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻ തിയേറ്റേഴ്സ്. അപ്പൊ നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കണം? ഓപ്പറേഷൻ തിയേറ്റർ എങ്ങനെ ആയിരിക്കണം? പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കണം അല്ലെ? ഒരു സർജറി ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ഏരിയയാണ് ഓപ്പറേഷൻ റൂം എന്നറിയാം അല്ലെ? ഓപ്പറേറ്റിംഗ് റൂം അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് സർജറീസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ റൂമിനെയാണ് ഓപ്പറേഷൻ റൂം എന്ന് പറയുന്നത്. അതിന്റെ ചില എൻവയോൺമെന്റിന്റെ ചില പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? എയർ കണ്ടീഷൻഡ് റൂം ആയിരിക്കണം. പിന്നെന്താണ്? ബ്രൈറ്റ് ലൂമിനസ് ലൈറ്റ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? ടെമ്പറേച്ചർ കൂൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കണം. പിന്നെന്തായിരുന്നു? ജെം ഫ്രീ എൻവയോൺമെന്റ് ആയിരിക്കണം. ജെം ഫ്രീ എൻവയോൺമെന്റ് ആയിരിക്കണം. ഇതിലെന്തെങ്കിലും ഓർമ്മയുണ്ടോ പഠിച്ചത്? എന്തൊക്കെയായിരുന്നു ഓപ്പറേറ്റിംഗ് റൂമിന്റെ പ്രത്യേകതകള്? സ്ക്രബ്സ് യൂസ് ചെയ്യണം ഓപ്പറേറ്റിംഗ് റൂംസിൽ. സ്ക്രബ്സ് യൂസ് ചെയ്യണം. അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചു അല്ലെ? അപ്പോ ഈ സർജറീസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ഇത് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഏരിയ, അപ്പോ അതുകൊണ്ട് തന്നെ ഈ ഏരിയാസ് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യേണ്ടതും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് ആ സർജിക്കൽ പ്രൊസീജിയേഴ്സിന്റെ ഫങ്ഷൻസ് സ്മൂത്ത് ആയിട്ട് നടക്കുന്നതിന് വേണ്ടി ആയിക്കോട്ടെ, ഇത്തരം ഏരിയാസ് നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് റൂം പ്രോപ്പർ ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാറുമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റാഫുകൾ ആ ഏരിയാസ് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യും? ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില കുറവുകൾ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഓപ്പറേറ്റിംഗ് റൂമുകൾക്കുണ്ട്. എന്തൊക്കെയാണ് അത്തരം ഡെഫിഷ്യൻസി? നോക്കാം. ഏതൊക്കെയാണ് ഈ ഓപ്പറേറ്റിംഗ് റൂമിൽ ഉണ്ടാവുന്ന കുറവുകൾ? എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? നോ റിസപ്ഷൻ ഏരിയ. എന്താണ് നോ റിസപ്ഷൻ ഏരിയ എന്ന് പറഞ്ഞാല്?
ഈ ഓപ്പറേറ്റിംഗ് റൂമിൽ നമ്മൾ പറഞ്ഞു ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്ന് പറഞ്ഞു അല്ലെ. ഈ ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി മാത്രമായിട്ട് ഒരു റിസപ്ഷൻ ഏരിയ ഉണ്ടോ? ഹോസ്പിറ്റൽസിലെ റിസപ്ഷൻ ഉണ്ട്, റിസപ്ഷൻ ഏരിയ ഉണ്ട്. പക്ഷെ ഈ ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി മാത്രം ഒരു റിസപ്ഷൻ ഏരിയ ഉണ്ടോ? ഇല്ല, അത് ഒരു കുറവാണ്. എന്തുകൊണ്ടാണ് ഈ റിസപ്ഷൻ ഏരിയ വേണമെന്ന് പറയാനായിട്ട് കാരണം? നമുക്കറിയാം ഈ പേഷ്യന്റിന്റെ അപ്ഡേറ്റ്സ് പുറത്തിരിക്കുന്ന റിലേറ്റീവ്സ് വെയിറ്റിംഗ് ഏരിയയിലുണ്ട് അല്ലെ. ഈ വെയിറ്റ് ചെയ്തിരിക്കുന്ന റിലേറ്റീവ്സിന് പേഷ്യന്റിന്റെ അപ്ഡേറ്റ്സ് അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻക്വയറി വേണം, എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തണം. ഓക്കെ, ഏത് ദിശയിലേക്ക് പോകണം, എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി എങ്ങോട്ട് മൂവ് ചെയ്യണം, ഏത് ഡയറക്ഷനിലോട്ട് പോകണം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റൽസിലെ റിസപ്ഷൻ ഏരിയയുടെ പ്രത്യേകത എന്താ? ഹോസ്പിറ്റൽസിലെ റിസപ്ഷൻ ഏരിയ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താ? നമുക്ക് ഏതൊരു എൻക്വയറി ഉണ്ടെങ്കിലും അതിനുള്ള ആൻസർ എവിടെ നിന്ന് ലഭിക്കും? റിസപ്ഷൻ ഏരിയ നിന്ന് ലഭിക്കും അല്ലെ. ഏത് ഡോക്ടറെ കാണണം, എപ്പോ വരണം, ത്രൂ ഫോണിലൂടെ ആണെങ്കിലും നമുക്ക് അതിനുള്ള ആൻസർ കിട്ടും. അങ്ങനെയാണോ? അതെ. ഓക്കെ, അപ്പൊ ഈ ഓപ്പറേഷന് കയറിയിരിക്കുന്ന പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എന്താണ് അപ്ഡേറ്റ്സ് അറിയണം, ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ അറിയണം. ഓക്കെ, ഇതിനൊക്കെ പുറത്തിരിക്കുന്ന റിലേറ്റീവ്സിന് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ? ഏതെങ്കിലും ഒരു വഴിയുണ്ടോ അറിയാനായിട്ട്? ഇപ്പോൾ അകത്തു നിന്നും ഒരു സ്റ്റാഫ് വരുന്നത് വരെ നമ്മൾ എന്താ വെയിറ്റ് ചെയ്തിരിക്കണം അല്ലേ. ഇത്തരം പേഷ്യൻസിൽ അല്ലെങ്കിൽ റിലേറ്റീവ്സിൽ സ്ട്രെസ്, ടെൻഷൻ ഒക്കെ ഉണ്ടാകാനായിട്ട് കാരണമാകുന്നുണ്ട് അല്ലെ. നിങ്ങൾ ഓപ്പറേഷൻ റൂമിൽ ഇപ്പൊ ആരെങ്കിലും ഓപ്പറേഷൻ സർജറിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അറിയാം, പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നവര് എത്ര ടെൻസ്ഡ് ആയിരിക്കും എന്നറിയാം. എന്തുകൊണ്ടാണ്? ഓക്കെ, ആ പേഷ്യന്റിന്റെ കണ്ടീഷനെ കുറിച്ച് നമുക്ക് ഒരു അപ്ഡേഷൻ ലഭിക്കുന്നില്ല. അതിൽ നിന്നും ഒരു സ്റ്റാഫ് പുറത്തിറങ്ങി വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് അവരെ കുറിച്ച് എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് അറിയാൻ കഴിയുന്നത് അല്ലെ. അപ്പൊ ഓപ്പറേഷൻ റൂമിന് പുറത്ത് ഒരു റിസപ്ഷൻ വേണ്ടതല്ലേ? വേണോ? വേണം ശരിക്കും. അതെ. അപ്പോ ഈ സർജറിക്ക് എത്തുന്ന പേഷ്യൻസിന് എന്താണ്, പേഷ്യൻസിന്റെ ഫാമിലിക്ക് എന്താണ്, എന്ത് ചെയ്യണം, ആരോട് ഇതിനെ കുറിച്ച് ചോദിക്കണം. ഓക്കെ, ഇതിനെക്കുറിച്ചൊന്നും ഒരറിവുണ്ടായിരിക്കില്ല. അപ്പൊ ഇത്തരം സിറ്റുവേഷൻസിൽ ഒരു റിസപ്ഷന്റെ കുറവ് അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഏരിയയുടെ കുറവ് ഓപ്പറേഷൻ തിയേറ്ററിനുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഡെഫിഷ്യൻസി എന്താണ്? നോ റിസപ്ഷൻ ഏരിയ, ഒരു റിസപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. സെക്കൻഡ് എന്താണ്? നോ സെപ്പറേറ്റ് റൂംസ് ഫോർ സർജൻസ്, അനസ്തീഷ്യോളജിസ്റ്റ്, ജൂനിയർ ഡോക്ടർ, OT അറ്റൻഡൻസ്. അപ്പൊ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് വരുന്ന ഡിഫറെന്റ് മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ട്. ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, അനസ്തറ്റിയോളജിസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതാണ് ജൂനിയർ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നേഴ്സസ് ആയിക്കോട്ടെ, ഇവർക്കൊന്നും ഒരു സെപ്പറേറ്റ് റൂം ഇല്ല. ഓക്കെ, റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ സർജറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയോ സെപ്പറേറ്റ് റൂം ഇല്ല. എല്ലാവർക്കും ഒരു കോമൺ റൂം ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ക്ലിയർ ആണോ? അപ്പോ ഇത്തരം ജൂനിയർ ഡോക്ടേഴ്സിനും സർജൻസിനും നേഴ്സസിനും ഒന്നും ഒരു സെപ്പറേറ്റ് റൂം ഇല്ല. ഓക്കെ, അതുകൊണ്ട് വരുന്ന മിസ്റ്റേക്ക് അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടായേക്കാവുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകാം? അവർക്ക് പ്രൈവറ്റ് സ്പേസ് ഇല്ല, അതുകൊണ്ട് തന്നെ എന്താ പ്രൈവസി ഉണ്ടായിരിക്കില്ല. ഓക്കെ, സർജറിക്ക് മുൻപോ ശേഷമോ അല്ലെങ്കിൽ ആഫ്റ്റർ സർജറിക്ക് എന്താണ് ശേഷമോ നേഴ്സിനോ ഡോക്ടേഴ്സിനോ റെസ്റ്റ് ചെയ്യേണ്ടി വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യേണ്ടി വന്നാലോ എന്താണ് അവർക്ക് പ്രൈവസി ഇല്ല, അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് റൂം ഇല്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് അവരുടെ പ്രൈവസിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെന്താണ് ഈ പേഷ്യന്റിന്റെ കേസസിനെ കുറിച്ച്, ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് ചിലപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങളെ കുറിച്ചൊക്കെ ഡിസ്കഷൻ ചെയ്യേണ്ടി വന്നേക്കാം. ഈ ഡോക്ടേഴ്സിനോ അല്ലെങ്കിൽ ജൂനിയർ ഡോക്ടേഴ്സിനോ ഒക്കെ ഡിസ്കഷൻ ചെയ്യേണ്ടി വന്നേക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഡോക്ടേഴ്സുകൾ തമ്മിൽ ഡിസ്കഷൻ ചെയ്യേണ്ടി വന്നേക്കാം. അത്തരം സമയത്ത് ഈ പ്രൈവസി അവിടെ ഇല്ല എന്ന് പറഞ്ഞല്ലോ, അതൊരു ബുദ്ധിമുട്ടല്ലേ? അത് ഈ കോൺഫിഡൻഷ്യാലിറ്റിയെ ബാധിക്കില്ലേ? രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അതിനെ ബാധിക്കില്ലേ? ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ അതിനു വേണ്ടി എന്താണ് ഒരു സെപ്പറേറ്റ് റൂം വേണം അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിൽ ഈ സർജൻസിനായിക്കോട്ടെ അല്ലെങ്കിൽ നേഴ്സസിനായിക്കോട്ടെ ഇവർക്കെല്ലാം സെപ്പറേറ്റ് റൂം വേണം. അങ്ങനെ ഒരു റൂം ഇല്ല ആക്ച്വലി ഓപ്പറേഷൻ തിയേറ്ററിൽ, അങ്ങനെ ഒരു റൂം ഇല്ല. അത് ഒരു കുറവാണ്, ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഒരു കുറവാണ് എന്ത്, സെപ്പറേറ്റ് റൂം ഇല്ല എന്നുള്ളത്. വേറൊരു കുറവ് എന്തായിരുന്നു, വേറൊരു ഡെഫിഷ്യൻസി എന്തായിരുന്നു, റിസപ്ഷൻ ഇല്ല എന്നുള്ളത്. ക്ലിയർ ആണോ?
പിന്നെന്താ പറയുന്നത്? നോട്ട് ഇനഫ് നമ്പർ ഓഫ് ചേഞ്ച് റൂംസ് ഫോർ ഡിഫറെന്റ് ക്ലാസ് ഓഫ് പീപ്പിൾസ്. സെയിം കാര്യം തന്നെയാണ്. എന്താണ്? സർജൻസിനോ നേഴ്സസിനോ അല്ലെങ്കിൽ ജൂനിയർ ഡോക്ടേഴ്സിനോ സപ്പോർട്ട് സ്റ്റാഫുകൾക്കോ എന്താണ് ചേഞ്ച് റൂംസ്, അതായത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ PPE വെയർ ചെയ്യുന്നതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് റൂം ഇല്ല. ഓക്കെ, സർജൻ ആയിക്കോട്ടെ നേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും PPE വെയർ ചെയ്യുന്നത് സെയിം റൂമിലാണ്. ക്ലിയർ ആണോ? അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. ഓക്കെ, അവൈലബിൾ ആയിട്ടുള്ള റൂമിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. ഒരാള് PPE വെയർ ചെയ്തതിന് ശേഷം മാത്രമേ മറ്റൊരാൾക്ക് വെയർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അത്തരം സിറ്റുവേഷൻസിൽ എന്താണ്, ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സിലേക്ക് കടക്കുന്നതിന് വേണ്ടി ഡിലേ ആയേക്കാം, ടൈം എടുത്തേക്കാം. ക്ലിയർ ആകുന്നുണ്ട്? ഓപ്പറേഷൻ ഡിലേ ആകാനായിട്ട് ഇത്തരം റൂമുകൾ, സെപ്പറേറ്റ് റൂമുകൾ ഇല്ലാത്തത് കാരണമാകുന്നുണ്ട്. പിന്നെ വേറൊരു പ്രോബ്ലം ആയേക്കാം. പിന്നെ വേറൊരു കാരണം കൂടിയുണ്ട്. എന്താണത്? ഈ സെപ്പറേറ്റ് റൂം ഇല്ലാത്തത് മൂലം എന്താണ്, നമ്മൾ പറഞ്ഞു PPE വെയർ ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. PPE വെയർ ചെയ്തതിന് ശേഷം വരുന്ന ആ സ്റ്റാഫും വെയർ ചെയ്യാനുള്ള ആ സ്റ്റാഫും എന്താണ്, ഒരേ ഏരിയയിൽ തന്നെയാണ്, അല്ലെ? ഒരേ ഏരിയയിൽ തന്നെയാണ്. അതുമൂലം എന്താണ്, അസുഖങ്ങൾ സ്പ്രെഡ് ആകാനായിട്ട് കാരണമാകുന്നുണ്ട്. ക്ലിയർ ആണോ? അതായത് ക്രോസ് കണ്ടാമിനേഷൻ റിസ്ക് എന്ന് പറയും. ഇത്തരം അവസ്ഥയെ ക്രോസ് കണ്ടാമിനേഷൻ റിസ്ക് എന്ന് പറയും. അതായത് PPE വെയർ ചെയ്ത സ്റ്റാഫും വെയർ ചെയ്യാനുള്ള സ്റ്റാഫും ഒരേ ഏരിയയിലാണ്. അതുമൂലം പലതരം അസുഖങ്ങൾ പിടിപെട്ടേക്കാം. അതിനെയാണ് ക്രോസ് കണ്ടാമിനേഷൻ റിസ്ക് എന്ന് പറയുന്നത്. അതുമൂലം പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷനെയും അത് അഫക്റ്റ് ചെയ്തേക്കാം. അപ്പൊ മറ്റൊരു ഡെഫിഷ്യൻസി കിട്ടിയോ? ഏതാണ്? അവർക്ക് ചേഞ്ച് ചെയ്യുന്നതിന് സെപ്പറേറ്റ് റൂം ഇല്ല. അതുപോലെ തന്നെ പ്രൈവസി ഇല്ല എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അതുമൂലം എന്താണ്, നേഴ്സസിനായിക്കോട്ടെ ഹെൽത്ത് കെയർ സ്റ്റാഫിനായിക്കോട്ടെ സർജൻസിനായിക്കോട്ടെ സ്ട്രെസ് ഫീൽ ചെയ്തേക്കാം. ഓക്കെ, സ്ട്രെസ് ടെൻഷൻ ഒക്കെ ഫീൽ ചെയ്തേക്കാം. ഇത് അവരുടെ പ്രൊസീജിയേഴ്സിനെ ചിലപ്പോൾ ബാധിച്ചേക്കാം. ഓക്കെ, സർജിക്കൽ പ്രൊസീജിയേഴ്സിനെ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന അതിനെ എന്താണ് ബാധിച്ചേക്കാം. ഇത്തരം പ്രൈവസി ഇല്ലാത്തത് മൂലം അവർക്ക് ടെൻഷൻ സ്ട്രെസ് ഒക്കെ വരാനായിട്ട് കാരണമാകുന്നുണ്ട്. ഇതും ഈ ഫംഗ്ഷനെ ബാധിച്ചേക്കാം. ക്ലിയർ ആണോ? ഓക്കെ, പിന്നെന്താ മറ്റൊരു ഡെഫിഷ്യൻസി പറയുന്നത്? എന്താണ്? ഇൻഅപ്രോപ്രിയേറ്റ് സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഡോഴ്സ്. ചിലപ്പോ ഓപ്പറേഷൻ തിയേറ്ററിലെ ഡോഴ്സ് അല്ലെങ്കിൽ അതിന്റെ വീതി, അതിന്റെ ടൈപ്പ് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഇടുങ്ങിയ വഴിയായിരിക്കാം, ഇടുങ്ങിയ ഡോർ ആയിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അത്തരം സിറ്റുവേഷൻസിൽ ഈ പേഷ്യന്റിനായിക്കോട്ടെ ഹെൽത്ത് കെയർ സ്റ്റാഫിനായിക്കോട്ടെ ചില പെർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ എന്താണ്, ഈ സ്ട്രക്ചറിലൊക്കെയാണ് പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത്, അല്ലെ? അപ്പൊ അത് മൂവ് ചെയ്യിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായേക്കാം. ഇത്തരം ഡോഴ്സുകൾ ഇടുങ്ങിയതാണെങ്കിൽ ഓക്കെ എന്താണ്, ഈ സ്ട്രക്ചറൊക്കെ അതിലൂടെ കടത്തുന്നത് ബുദ്ധിമുട്ടാണ്. ഓക്കെ, പിന്നെ ചില ഓപ്പറേഷൻ തിയേറ്റർ നമുക്കറിയാം, ഇപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ റൂം ഓപ്പൺ ആവും, അല്ലെ? ഓട്ടോമാറ്റിക്കലി ആ റൂം ഓപ്പൺ ആവും. അങ്ങനെ അല്ലാത്ത ഓപ്പറേഷൻ തിയേറ്ററുകൾക്ക് എന്താ പ്രത്യേകത? ഈ ഡോറ് നമുക്ക് എന്താണ്, നമുക്ക് ഈ സ്റ്റാഫിനെ ഈ പേഷ്യന്റിനെ സ്ട്രെച്ചറിൽ കൊണ്ടുവരികയും വേണം, അതേസമയം തന്നെ ഈ ഡോറ് വലിച്ച് ഓപ്പൺ ആക്കുകയും വേണം, വേണ്ടേ? അതൊരു ബുദ്ധിമുട്ടല്ലേ? ആ സ്റ്റാഫിന് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടല്ലേ അത്? അപ്പൊ ഇതാണ് മറ്റൊരു ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? ഓക്കെ, മറ്റൊരു ഡെഫിഷ്യൻസി എന്താണ്? ലാക്ക് ഓഫ് ലാമിനർ ഫ്ലോ ആൻഡ് മാൻഡേറ്ററി എയർ എക്സ്ചേഞ്ച് സിസ്റ്റം ഇൻ OT. ഓപ്പറേഷൻ തിയേറ്ററിൽ ലാമിനർ ഫ്ലോ അല്ലെങ്കിൽ എന്താണ് എയർ എക്സ്ചേഞ്ച് സിസ്റ്റം. ലാമിനർ എയർ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഫിൽറ്റർ ചെയ്ത എയർ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യിക്കാനുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ ലാമിനർ എയർ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഫിൽറ്റർ ചെയ്ത എയർ ആയിരിക്കണം എപ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിൽ ഫ്ലോ ചെയ്യേണ്ടത്. കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യേണ്ടത് എങ്ങനെയുള്ള എയർ ആണ്? ഫിൽറ്റർ ചെയ്തിട്ടുള്ള എയർ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇതില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലാമിനാർ എന്താണ് ലാക്ക് ഓഫ് ലാമിനാർ ഫ്ലോ, ലാമിനാർ ഫ്ലോയിന്റെ ലാക്ക് അഭാവം ഉണ്ടായാല് അതുമൂലം അവരെന്താണ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എയർ ഓപ്പറേഷൻ റൂമിലേക്ക് പ്രവേശിക്കാനും അതുമൂലം പേഷ്യന്റിന് എന്താണ് അസുഖങ്ങൾ വരാനായിട്ടും കാരണമാകുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഓപ്പറേഷൻ റൂമിൽ എങ്ങനെയായിരിക്കണം, എങ്ങനെയുള്ള എയർ ആയിരിക്കണം? ഫിൽറ്റർ ചെയ്ത എയർ ആയിരിക്കണം കണ്ടിന്യൂസ് ആയിട്ട് ലഭ്യമാകേണ്ടത്.
Then lack of standard operation theater protocols. എന്താണ് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ തിയേറ്റർ പ്രോട്ടോകോൾസ്? നമ്മൾ നേരത്തെ കുറെ പോളിസീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂമിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ചില പോളിസീസ് നമ്മൾ അനുസരിക്കണം എന്ന് പറഞ്ഞല്ലേ? എല്ലാവർക്കും എൻട്രി ചെയ്യാൻ പാടില്ല, പിന്നെ ആർട്ടിഫിഷ്യൽസ് നെയിൽസ്, അതൊക്കെ പോളിസികളാണ് അല്ലേ? അപ്പൊ അതേപോലുള്ള ഈ ഓപ്പറേറ്റിംഗ് റൂമിൽ പാലിക്കേണ്ട ചില പ്രോട്ടോകോൾസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത്തരം പ്രോട്ടോകോൾസ് ഇല്ലാത്ത ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിൽ എന്താ പറ്റുന്നത്? ഓക്കെ, ഓരോ പ്രൊസീജിയേഴ്സിനും ചില പ്രോട്ടോകോളുകൾ ഉണ്ട്. ഓക്കെ, ഈ പ്രോട്ടോകോൾസ് എന്തിനു വേണ്ടിയുള്ളതാ? ഈ പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും, പിന്നെന്താണ് ഈ സർജിക്കൽ പ്രാക്ടീസിന്റെ പ്രശ്നങ്ങളൊക്കെ അതിന്റെ പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും, പിന്നെന്താണ് ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരം പ്രോട്ടോകോൾസ് കൊണ്ടുവന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? പറയുന്നത് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇത്തരം ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഇത്തരം പ്രോട്ടോകോൾസിന്റെ അഭാവം ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചേക്കാം? അവരെല്ലാവരും എങ്ങനെയാണ്? സർജൻ ഇഷ്ടമുള്ള കാര്യമായിരിക്കും ആദ്യം ചെയ്യുന്നത്. ഓരോ സ്റ്റെപ്സ് ഉണ്ടല്ലോ, സ്റ്റെപ്പ് വൈസ് ആയിട്ടാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. അതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്. അപ്പൊ ഈ പ്രോട്ടോകോൾ ഇല്ലെങ്കിൽ സർജൻ എന്ത് ചെയ്യും? സർജന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും ആദ്യം ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ ഏതാണ്? അപ്പൊ ഈ ഡിഫറെന്റ് പലതരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുന്നത് മൂലം പേഷ്യന്റിന്റെ ഹെൽത്തിനെ അത് അഫക്ട് ചെയ്തേക്കാം അല്ലെ? പേഷ്യന്റിന്റെ കെയറിനെ അത് ബാധിക്കും. പിന്നെന്താണ് ഇതുമൂലം എന്താണ്? പ്രോട്ടോകോൾസ് ഇല്ലെങ്കിൽ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് എന്താണ്? ഇറേഴ്സ്, തെറ്റുകൾ വരാനായിട്ട് കാരണമാകുന്നുണ്ട്. ഓക്കെ, മിസ്റ്റേക്സുകൾ സംഭവിച്ചേക്കാം. ഈ പ്രോട്ടോകോൾസ് ഇല്ലാത്തത് മൂലം പ്രവർത്തിക്കുന്ന പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്താൽ എന്താ പറ്റുന്നത്? റിസ്കുകളുടെ എണ്ണം, മിസ്റ്റേക്സുകളുടെ എണ്ണം എന്താണ്? കൂടിയേക്കാം. അതായത് റോങ് സൈറ്റ് സർജറീസ് ആയിരിക്കാം ചിലപ്പോൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പലതരം കേട്ടിട്ടുണ്ടല്ലേ? സർജറീസ് എന്താണ്? മാറിപ്പോകുക. അതെന്തുകൊണ്ടാണ്? ഇത്തരം പ്രോട്ടോകോൾസ് പാലിക്കാത്തത് മൂലമാണ് ഈ സർജറീസ് ചിലപ്പോൾ പേഷ്യന്റ് മാറിപ്പോകുക. ഓക്കെ, കേട്ടിട്ടില്ലേ? അങ്ങനെ മീഡിയാസിൽ ഡെയിലി വരുന്ന ന്യൂസ് ആണ് ഇത്തരം ന്യൂസുകൾ, കേട്ടിട്ടില്ലേ? അപ്പൊ ഇത്തരം മിസ്റ്റേക്സ് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഈ പ്രോപ്പർ ആയിട്ട് ഈ പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യാത്തത് മൂലമാണ് ഇത്തരം മിസ്റ്റേക്സുകൾ വരുന്നത്. ക്ലിയർ ആണോ? പിന്നെ ഇൻകറക്റ്റ് ആയിട്ടുള്ള, കറക്റ്റ് അല്ലാത്ത എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുക, പ്രോപ്പർ അല്ലാത്ത എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുക തുടങ്ങിയ മിസ്റ്റേക്സുകൾ ഈ പ്രോട്ടോകോൾസ് പാലിക്കാത്തത് മൂലം വരാറുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് എന്താ? നോ സെപ്പറേറ്റ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. നോ സെപ്പറേറ്റ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അതായത് ഈ ഓപ്പറേറ്റിംഗ് റൂമിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ എന്താണ് ഡിവൈസുകൾ എല്ലാം പ്രോപ്പർ ആണോ, അത് സ്റ്റെറൈൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി, ഒരു മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ TSSU, തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്, ഓർക്കുന്നില്ലേ? അതിന്റെ പ്രത്യേകത എന്താണ്? ഹോസ്പിറ്റൽസിലെ എവിടെയൊക്കെ എന്തൊക്കെ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം ഒരുമിച്ച് സ്റ്റെറൈൽ ചെയ്യുന്ന ഏരിയയാണ് തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി മാത്രം ഇങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള യൂണിറ്റ് വേണ്ടതല്ലേ? ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഹൈ റിസ്ക് ഉള്ള ഒരു ഏരിയ ആണ് അല്ലെ? ഹൈ ഇൻഫെക്ഷൻസ് ഉള്ള ഏരിയാസ് ആണ്. അപ്പോ അത്തരം ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാവുന്ന തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് ആവശ്യമല്ലേ? വേണോ? അപ്പൊ അത്തരം ഡെഫിഷ്യൻസി, അങ്ങനെ ഒരു സമ്പ്രദായം, അങ്ങനെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇല്ല. ഈ സെയിം തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റിൽ നിന്നാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വേണ്ട എല്ലാ എക്യുപ്മെന്റ്സുകളും കൊണ്ടുപോകുന്നത്. ക്ലിയർ ആണോ? അപ്പോ അതൊരു ഡെഫിഷ്യൻസി ആണ്. ക്ലിയർ ആണല്ലോ?
അപ്പൊ ഈ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞല്ലോ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, CSSD, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അവരുടെ പ്രൈമറി റോൾ എന്താണ്? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സുകളിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും എല്ലാ ഡിവൈസുകളും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ CSSD, ഈ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഇല്ല. അതൊരു എന്താണ്, ഡെഫിഷ്യൻസി ആണ്. നെക്സ്റ്റ് വൺ എന്താണ്? വെയിറ്റിംഗ് ഏരിയ റിക്കവറി, നോട്ട് വെൽ എക്യുപ്ഡ്. നോട്ട് വെൽ എക്യുപ്ഡ് അല്ല, ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റീസ്, ബേസിക് ഫെസിലിറ്റീസിന്റെ അഭാവമുണ്ട്. പിന്നെന്താണ്? വെൽ എക്യുപ്ഡ് അല്ല. ക്ലിയർ ആണോ? വെയിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് എക്യുപ്ഡ് ആയിട്ടുള്ളതല്ല. പിന്നെന്താണ്? ധാരാളം ബേസിക് ഫെസിലിറ്റീസിന്റെ അഭാവം ഈ വെയിറ്റിംഗ് ഏരിയയിലുണ്ട്. അതൊക്കെ ഈ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഡെഫിഷ്യൻസി ആണ്. ക്ലിയർ ആണോ? കുറവുകളാണ്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്തായാലും റെസ്പോണ്ട് ചെയ്യാത്ത ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ. പലതരത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്. ഓക്കെ, മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്. പിന്നെ ഏതാണ്? ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്. ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്. ഓക്കെ, ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ വരുന്നുണ്ട്, ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ വരുന്നുണ്ട്, മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ വരുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇത് ജസ്റ്റ് റീഡ് ചെയ്തിട്ട് വരണം. ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, അപ്പൊ നമ്മള് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി ഏതൊക്കെയാണ് അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. എന്തൊക്കെ കുറവുകളാണ് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാകുന്നത്? എന്തൊക്കെയാണ് ഉള്ളത്? ഏതൊക്കെയാണ്? ഫസീന. നോ റിസപ്ഷൻ ഏരിയ. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ, പറഞ്ഞോളൂ. എന്തൊക്കെയാണ്? നോ റിസപ്ഷൻ ഏരിയ. എന്താണ് റിസപ്ഷൻ ഏരിയ വേണം? അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഓക്കെ, ആരാ പറഞ്ഞത്? ഇപ്പോ കണ്ടിന്യൂ ചെയ്തോളൂ. നോ റിസപ്ഷൻ ഏരിയ. റിസപ്ഷൻ ഏരിയയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ റിസപ്ഷൻ ഏരിയ വേണം എന്ന് പറയാൻ കാരണം എന്താണ്? ഫസീന. ഫസീലയാണോ മാം? ഫസീല. ഓക്കെ, ഫസീല. റിസപ്ഷൻ ഏരിയ നമുക്ക് എന്തെങ്കിലും എൻക്വയറീസ് നടത്തണം എന്നുണ്ടെങ്കിൽ റിസപ്ഷൻ ഏരിയാസ് ഇല്ലെങ്കിൽ കഴിയില്ല. പിന്നെ അതേപോലെ പേഷ്യൻസിന്റെ പറ്റിയുള്ള എന്തെങ്കിലും അപ്ഡേഷൻസ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനൊന്നും നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഈ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിലുള്ള നഴ്സസ് വന്നാലേ നമുക്ക് ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു റിസപ്ഷൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ അറിയാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, പിന്നെ ഏതാണ്? ഇപ്പൊ റിസപ്ഷൻ ഇല്ലാത്തത് ഒരു ഡെഫിഷ്യൻസി ആണ്, ഒരു കുറവാണ്. പിന്നെ നെക്സ്റ്റ് വൺ ഏതാണ്? നോ സെപ്പറേറ്റഡ് റൂംസ് ഫോർ സർജൻസ്, അനസ്തീഷ്യോളജിസ്റ്റ്, ജൂനിയർ ഡോക്ടേഴ്സ്, OT ഇവർക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള റൂമുകൾ ഇല്ല. അത് കാരണം ഇവർക്ക് പ്രൈവസി ഉണ്ടായിരിക്കില്ല. ഈ സർജൻസിനായാലും അവർക്കൊക്കെ ഒരു പ്രൈവസി കിട്ടില്ല. പിന്നെ അവർക്ക് എന്തെങ്കിലും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ്, ഇപ്പം സർജൻസിന്റെ ഇടയിലാണ് അവർക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യണമെങ്കിൽ ഇത്ര എല്ലാവരും കൂടി ഉണ്ടാവുമ്പോൾ അങ്ങനെ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ കഴിയില്ല. പാസ് ചെയ്യാനായിട്ട് കഴിയില്ല. അവരുടെ പ്രൈവസി അത് ബാധിക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് ഈ ഓപ്പറേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ഓപ്പറേഷന് ശേഷം ഒന്ന് റെസ്റ്റ് എടുക്കണമെങ്കിലോ അതിനു വേണ്ടി ഒരു പ്രോപ്പർ ആയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള റൂം ഇല്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ അങ്ങനെ ഒരു റൂം ഇല്ല. അതൊരു ഡെഫിഷ്യൻസി ആണ്. ഓക്കെ, പിന്നെന്താണ്? പിന്നെ ഈ ഇവർക്കൊക്കെ സർജൻസിനൊക്കെ അവർക്ക് അവരുടെ ഡ്രസ്സുകൾ ചേഞ്ച് ചെയ്യാൻ ചേഞ്ചിങ് റൂംസുകൾ ഇല്ല എന്നുള്ളത് ഒരു ഡെഫിഷ്യൻസിയാണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരാളുടെ കഴിയുന്ന അടുത്ത ആൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുമൂലം ഓപ്പറേഷൻസ് ഡിലേ ആവാനും ചാൻസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി പഠിച്ചല്ലോ, എന്തായിരുന്നു അത്? അവര് ക്ലോസ് കണ്ടാമിനേറ്റഡ് റിസ്ക്, അതായത് PPE വിയർ ധരിച്ച സ്റ്റാഫ്സും ധരിക്കാത്ത സ്റ്റാഫ്സും ഒരു ഏരിയസിൽ വരുമ്പോൾ അവിടെ ജെംസ് ഒക്കെ സ്പ്രെഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, വെരി ഗുഡ് ഫസീല. പിന്നെന്തായിരുന്നു? സൂര്യ. ഓക്കെ, ഫസീല മ്യൂട്ട് ചെയ്തോളൂ. സൂര്യ, പിന്നെ ഏതൊക്കെ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഹോസ്പിറ്റൽ റൂം ഓപ്പറേഷൻ തിയേറ്ററിലെ ഡെഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? ഇൻഅപ്രോപ്രിയേറ്റ് സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഡോർ, അതായത് ഇടുങ്ങിയ ഡോറ് ബുദ്ധിമുട്ടുണ്ടാവും.
ഇടുങ്ങിയ ഡോറൊക്കെ ആണെങ്കിൽ സ്ട്രക്ചർ ഒക്കെ കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുക. ആ അതൊരു ഡെഫിഷ്യൻസിയാണ് ഓപ്പറേറ്റിംഗ് തിയേറ്ററിൽ. ഓക്കെ. പിന്നെന്താ? ലാക്ക് ഓഫ് ലാമിനാർ ഫ്ലോ ആൻഡ് മാൻഡേറ്ററി എയർ എക്സ്ചേഞ്ച് സിസ്റ്റം ഇൻ OT. അതായത് ഫിൽട്ടർ ചെയ്ത എയർ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യണം ഓപ്പറേറ്റിംഗ് തിയേറ്ററിൽ, ഇല്ലെങ്കിൽ കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് OT പ്രോട്ടോകോള്. OT പ്രോട്ടോകോള് ഇല്ലെങ്കിൽ സർജന അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. അതുപോലെ തന്നെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല. ഇത് OT പ്രോട്ടോകോൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ റിസ്ക് ഓഫ് എറേഴ്സ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇൻകറക്റ്റ് എക്യുപ്മെന്റ്സും യൂസ് ചെയ്യാനുള്ള ചാൻസ്, പേഷ്യന്റ് മാറിപ്പോകാനുള്ള ചാൻസ് ഒക്കെ OT പ്രോട്ടോകോൾ ഇല്ലെങ്കിൽ ഉണ്ടാകാൻ ഇടയുണ്ട്. ഓക്കെ. ലാസ്റ്റ് വൺ എന്തായിരുന്നു? നോ സെപ്പറേറ്റ് CSSD, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അതായത് ഒരു ഓപ്പറേഷൻ തിയേറ്ററിന് മാത്രമായിട്ട് ഒരു സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് ഇല്ല. എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരേ സ്ഥലത്ത് തന്നെയാണ് സ്റ്റെറൈൽ ചെയ്യുന്നത് എക്യുപ്മെന്റ്സിനെ. ഒരു സ്പെഷ്യൽ റൂം അല്ലെങ്കിൽ സ്പെഷ്യൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഇല്ല. അതൊരു ഡെഫിഷ്യൻസിയാണ്. പിന്നെ ലാസ്റ്റ് വൺ എന്തായിരുന്നു? വെയിറ്റിംഗ് ഏരിയ റിക്കവറി നോട്ട് വെൽ എക്യുപ്ഡ്, ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റീസ്. ബേസിക് ഫെസിലിറ്റീസും അതുപോലെ വെയിറ്റിംഗ് ഏരിയ ഒന്നും ഇല്ലാത്തത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഡെഫിഷ്യൻസിയാണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്റർ പല ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, ദെൻ ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോ ഇത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വരണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? ഓക്കെ മാം, താങ്ക് യു. ബൈ. താങ്ക് യു മാം. താങ്ക് യു ടീച്ചർ. താങ്ക് യു മാം.